श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम जय श्रीराम राम राम लोकाभिराम जय श्रीराम राम राम लोकाभिराम जय. കാട്ടിലെ വിശേഷങ്ങൾ കുറച്ച് പറഞ്ഞിട്ട് ഇനി വീണ്ടും അയോധ്യയിലെ കാര്യങ്ങൾ പറയുകയാണ്. ദശരഥന്റെ ചരമഗതി. മന്ത്രിവരനാം സുമന്ത്രരും ഏറിയോരന്തഃശുച. സുമന്ത്രർ തിരിച്ചു വരികയാണ്. ഏറിയോരന്തഃശുച. അന്തഃശുച എന്നാൽ ഉള്ളിൽ അത്രയധികം ദുഃഖഭാരത്താൽ ചെന്നയോധ്യ പുക്കീടിനാൻ. അപ്പോൾ തൻ്റെ ആ മുഖത്തെ കണ്ണീര്, വിഷമം അതൊന്നും ആരും കാണാതിരിക്കാൻ വസ്ത്രേണ തൻ്റെ ഉത്തരീയം കൊണ്ട് വക്ത്രവും ആച്ഛാദ്യ തൻ്റെ മുഖം മറച്ചു. എന്നിട്ട് കണ്ണുനീരത്യർത്ഥമിറ്റിറ്റു വീണും. അപ്പോൾ കണ്ണിൽ നിന്നിങ്ങനെ ധാരധാരയായിട്ട് കണ്ണീരൊഴുകയാണ്. അപ്പോഴൊക്കെ ആ വസ്ത്രം കൊണ്ട് തുടച്ചും, അങ്ങനെ തുടച്ചും ആ തേരും, അങ്ങനെ വന്ന ആ തേര് പുറത്തു ഭാഗത്ത് നിർത്തി ചെന്ന് ധീരതയോട് നൃപനെ വണങ്ങിനാൻ. ഇപ്പോൾ ദശരഥ മഹാരാജാവ് കൗസല്യയുടെ അന്തഃപുരത്തിലാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് രാജാവിനെ വണങ്ങി. ധാത്രീപതേ, രാജാവേ, ജയ വീരമൗലേ, വീരന്മാർക്ക് മകുടോദാഹരണമായിരിക്കുന്ന അല്ലയോ ദശരഥ മഹാരാജാവേ, ജയ ജയ. ശാസ്ത്രമതേ, എല്ലാ ശാസ്ത്രങ്ങളിലും നിപുണനായിട്ടുള്ള ജയ ശൗര്യാംബുധേ, ശൂരതയുടെ ഒരു കടലായിരിക്കുന്ന അല്ലയോ രാജാവേ, കീർത്തിനിധേ, ജയ സ്വാമിൻ ജയ ജയ. മാർത്താണ്ഡഗോത്രജാത ഉത്തം സമേ, മാർത്താണ്ഡഗോത്രം സൂര്യവംശം, അതിൽ ജനിച്ചവരിൽ ഉത്തമനായിട്ടുള്ള അല്ലയോ രാജാവേ ജയ. ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോട്, തൻ്റെ മന്ത്രിയോടാശു ചോദിച്ചു നൃപോത്തമൻ, സോദരനോടും ജനകാത്മജയോടും ഏതൊരു ദിക്കിലിരിക്കുന്നു രാഘവൻ? ഇപ്പോഴെവിടെയാ എൻ്റെ രാമനുള്ളത്? നിർലജ്ജനായി അതിപാപിയാം എന്നോട് ഒട്ടും എനിക്കിത് ചോദിക്കാൻ പോലും അർഹതയില്ല. അത്രയും ക്രൂരതയാണ് എൻ്റെ മക്കളോട് ഞാൻ കാണിച്ചത്. അങ്ങനെ ലജ്ജിച്ച് തല താഴ്ത്തേണ്ട പാപിയായ എന്നോട് ചൊല്ലുവാൻ എന്തെങ്കിലും സന്ദേശം പറഞ്ഞയച്ചു പോ. അതാണ് ചോദിക്കുന്നത്. എന്തൊന്നു ചൊല്ലിയത് എന്നുടെ ലക്ഷ്മണൻ? എന്താണ് ലക്ഷ്മണൻ പറഞ്ഞത്? എന്തു പറഞ്ഞു വിശേഷിച്ച് ലക്ഷ്മീ സമയായ ജാനകീദേവിയും ആ ലക്ഷ്മീദേവിക്ക് തുല്യയായ ജാനകീദേവി എന്താണ് എന്നോട് പറയാൻ വേണ്ടി പറഞ്ഞത്? ഹാ രാമ ഹാ ഗുണവാരിധേ ലക്ഷ്മണ വാരിജലോചനെ ബാലേ മിഥിലജേ. അപ്പോൾ വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദുഃഖം മുഴുത്ത് മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാം എന്നരികത്തിരിപ്പാനും, ഞാനൊരു പാപിയായിപ്പോയല്ലോ. കാരണം മക്കളില്ലാത്ത ദുഃഖത്തിന് ഒരു പരിഹാരമായിട്ട് പുത്രകാമേഷ്ടി നടത്തി. മക്കളുണ്ടായി, വളരെ തേജസ്വികളും ഗുണവാന്മാരുമായ 4 മക്കളുണ്ടായി. എന്നിട്ടെന്താണ് കാര്യം? ഇവിടെ ഇപ്പോൾ മരണം കാത്തിരിക്കുന്ന എനിക്ക് മക്കളെയും കണ്ട് മരിപ്പാൻ ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും. എന്ത് ചെയ്യാനാണ്? 4 മക്കളുണ്ടായിട്ടും ഒരാളെ പോലും കണ്ടുകൊണ്ട് മരിക്കാനുള്ള സുഹൃതം എനിക്കില്ലാതായിപ്പോയല്ലോ. അത്രയും പാപിയായല്ലോ ഞാൻ. യുദ്ധം പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോട് ഉൾതാപമോടുര ചെയ്തു സുമന്ത്രരും. ഇങ്ങനെ പറഞ്ഞു കരയുന്ന ആ രാജാവിനോട് മനസ്സിൽ ദുഃഖമുണ്ട്. എന്നിട്ടും സുമന്ത്രർ ഇപ്രകാരം പറഞ്ഞു.
ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയേൻ തവ ആജ്ഞയ. അങ്ങ് പറഞ്ഞിട്ട് ഞാൻ അവരെ തേരിൽ കൊണ്ടുപോയി. ശൃംഗിവേരാഖ്യപുര സവിധേ ചെന്നു. ശൃംഗിവേരം എന്നു പേരുള്ള ആ നഗരത്തിൽ, ആ ഒരു കാട്ടിലെ നഗരത്തിൽ അവിടെ കൊണ്ടുചെന്ന് ആക്കി. ഗംഗാതടേ വസിച്ചിടും ദശാന്തരെ. അങ്ങനെ അന്നൊരു ദിവസം അവിടെ ആ ഗംഗാതീരത്തിൽ വസിച്ചു. കണ്ടു തൊഴുതിതു ശൃംഗിവേരാധിപൻ. ശൃംഗിവേരാധിപനായ ഗുഹൻ അവിടെ വന്ന്, ശൃംഗിവേരാധിപൻ കൊണ്ടുവന്നു. ഇവിടെ ശൃംഗിവേരാധിപൻ ഗുഹൻ എന്ന് ചേർത്ത് വയ്ക്കണം. എന്നിട്ട് കൊണ്ടുവന്നു മൂലഫലാദികൾ. ആ ഗുഹൻ മൂലഫലങ്ങളൊക്കെ കൊണ്ടുവന്നു. പക്ഷേ തൃക്കൈകൾ കൊണ്ടത് തൊട്ടു പരിഗ്രഹിച്ചു. അങ്ങനെ തൊട്ടിട്ട്, അതായത് ഞങ്ങൾ സ്വീകരിച്ചു എന്ന രീതിയിൽ ഒന്ന് തൊട്ടു, പക്ഷെ കഴിച്ചില്ല. അതാണ് തൊട്ട് പരിഗ്രഹിച്ച കുമാരന്മാർ അവിടെ നിന്ന് ജടയും ധരിച്ചു. ആ പേരാലിൻ്റെ കറ കൊണ്ട് ജടയൊക്കെ ധരിച്ചിട്ട് പിന്നെ രഘൂത്തമൻ എന്നോട് ചൊല്ലിനാൻ, എന്നോട് പറയുകയാണ് രാമൻ, എന്നെ നിരൂപിച്ച് ദുഃഖിയായി കാരുമേ. ഞാൻ സങ്കടപ്പെടുന്നുണ്ട് എന്ന് വിചാരിച്ച് ആരോടും ദുഃഖിക്കരുത് എന്ന് പറയണം. ചൊല്ലേണം എന്നുടെ താതനോടും ബലാൽ, അല്ലൽ ഉള്ളത്തിലുണ്ടാകാതിരിക്കണം. അല്ലൽ ദുഃഖം, ഉള്ളത്തിൽ മനസ്സിൽ ദുഃഖമില്ലാതിരിക്കാൻ എൻ്റെ അച്ഛനോട് പറയണം. സൗഖ്യം അയോധ്യയിലേറും വനങ്ങളിൽ. എനിക്ക് അയോധ്യയിലേക്കാളും സുഖം വനങ്ങളിൽ ഇങ്ങനെ നടക്കുന്നതാണെന്ന് പറയണം. മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും. ഇവിടെ പെരുവഴി എന്നതുകൊണ്ട് നല്ല രീതിയിലാണ്, അതായത് ഈ ഒരു യാത്ര മാത്രം മതി മോക്ഷം സിദ്ധിക്കാൻ. അതിന് ഏറ്റവും നല്ല വഴിയായിട്ട് ഈ ഒരു വനയാത്ര മാറും. അതുകൊണ്ട് എനിക്കിത് വളരെ സുഖകരമാണ്. ഇനി മാതാവിനും നമസ്കാരം, വിശേഷമായിട്ട് അമ്മയോട് പ്രത്യേകമായിട്ട് പറയണം എന്ന് പറഞ്ഞു. ഖേദം എന്നെക്കുറിച്ചുണ്ടാകരുതേതും, എന്നെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കണ്ട എന്ന് പറയണം. പിന്നെയും ചൊൽക പിതാവതി ഖിന്നനായി. വീണ്ടും പറയുകയാണ്, അച്ഛൻ പ്രായമായി, വയസ്സായി, വാർദ്ധക്യ പീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖം അശേഷവും. എനിക്കറിയാം അച്ഛൻ്റെ ഈ ഒരു പ്രായവും കൂടെ കണക്കിലെടുത്ത് അത്രയും ദുഃഖമുണ്ടാകും. ഞാൻ അടുത്തു വേണ്ട സമയമാണ്. പക്ഷേ ഇങ്ങനെയൊരു വിധിഹിതമായിട്ട് ഇങ്ങനെ വന്നതുകൊണ്ട് നമുക്കിത് അംഗീകരിക്കണം. അപ്പോൾ എന്നെ പിരിഞ്ഞുള്ള എല്ലാ ദുഃഖം അശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിയിടണം. ഇപ്പം സുമന്ത്രരെ പറഞ്ഞേൽപ്പിക്കുകയാണ്, അങ്ങ് വേണ്ട രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ട് അച്ഛൻ്റെ ദുഃഖം എല്ലാം ഇല്ലാതാക്കാൻ മുൻകൈയെടുക്കണം. ഇനി ജാനകിയും തൊഴുതെന്നോട് ചൊല്ലിനാൾ ആനന പത്മവും താഴ്ത്തി മന്ദം. അപ്പോൾ മന്ത്രിയോടാണെങ്കിലും ഒരു കുലസ്ത്രീ മുഖത്ത് നോക്കി സംസാരിക്കില്ല എന്ന് കാണിക്കാനാണ്. തൻ്റെ താമര പോലെയുള്ള മുഖം, ആനന പത്മം താഴ്ത്തി, മുഖം താഴ്ത്തിയിട്ടാണ് സംസാരിക്കുന്നത്. മന്ദം അശ്രുകണങ്ങളും വാർത്ത് സഗദ്ഗതം. സീതാദേവിയും കരഞ്ഞുകൊണ്ടാണ് എന്നോട് പറഞ്ഞത്, ശ്വശ്രുപാദേഷു സാഷ്ടാംഗം നമസ്കാരം. എൻ്റെ ഭർത്തൃമാതാവായ കൗസല്യയ്ക്ക് എൻ്റെ നമസ്കാരം. പിന്നീട് അവർ തോണികരേറി ഗുഹനോടുകൂടവേ അവർ പോയി. അപ്പോൾ ഇത് കണ്ടിട്ട് പ്രാണവിയോഗേന നിന്നേനടിയനും, പ്രാണൻ പറഞ്ഞു പോകുന്ന ആ വേദനയോടെ ഞാനത് നോക്കി നിന്നു. അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോളം. അവർ ആ ഗംഗയുടെ അക്കരെ ചെന്നിട്ട് അവിടെ നിന്ന് മറയുന്ന അത്രയും നേരം ഇക്കരെ നിന്ന് എങ്ങനെ നോക്കിയെന്നാണ്, ശവശരീരം പോലെ. സത്യത്തിൽ എനിക്ക് ജീവൻ ഉണ്ട് എന്ന് മാത്രം പറയാം. ഞാൻ നിശ്ചലനായിരുന്നു. ഒരു ശവശരീരം എന്ന പോലെ ഞാനിങ്ങനെ നോക്കി നിന്നു. അങ്ങനെ 4-5 നാഴിക ചെന്നവാറെ കുറേ നേരം അങ്ങനെ ഞാൻ നിന്ന ആ നിൽപ്പിൽ കുറേ നേരം നിന്നിട്ട് പിന്നീട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ ഒരു ധൈര്യം വീണ്ടെടുത്തിട്ട് മന്ദം നിവൃത്തനായിടിനെ ഞാൻ തിരിച്ചിങ്ങോട്ടേക്ക് വന്നു. ഇതൊക്കെ കേട്ടപ്പോൾ
തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൾ. അപ്പോൾ രാജാവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് കരയുന്നത്. ദത്തമല്ലോ പണ്ടേ വരദ്വയം, കൊടുത്തല്ലോ 2 വരം, ആ സുന്ദരി എന്നും പ്രിയയെന്നും ഒക്കെ പറഞ്ഞിട്ട് കൊടുത്തില്ലേ അങ്ങ്? ഇഷ്ടയായൊരു കൈകേയിക്ക്, നിങ്ങളുടെ ആ ഇഷ്ടപത്നിക്ക് രാജ്യമോ, ആ രാജ്യം തുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ? രാജ്യം കൊടുത്തോളൂ, അവളുടെ മകന് രാജ്യം കൊടുത്തോളൂ, എനിക്ക് പ്രശ്നമില്ല. പക്ഷേ മൽപുത്രനെ കാനനാന്തേ കളവതിനി പാപി എന്ത് പിഴച്ചിതു ദൈവമേ, എൻ്റെ മകനെ അതിനുവേണ്ടി കുരുതി കൊടുക്കണമായിരുന്നു. എന്ത് പിഴച്ചിതു ഞാൻ? എൻ്റെ മകനെ കാണാതെ ഇത്രയും കാലം ജീവിക്കാൻ മാത്രം എന്ത് പാപമാണ് ഞാൻ ചെയ്തത്? ഇവിടെ ദശരഥ മഹാരാജാവിൻ്റെ ദുഃഖത്തെ ഒന്ന് കളിയാക്കിക്കൊണ്ട് പറയുകയാണ്. ഏവമെല്ലാം വരുത്തിയിട്ട്, എല്ലാം വരുത്തി വെച്ചത് അങ്ങാണ്, എന്നിട്ട് തനിയെ പരിദേവനം ചെയ്വതിന് എന്തൊരു കാരണം? ഇനി കിടന്ന് കരഞ്ഞിട്ട് എന്തിനാണ്? ഇങ്ങനെ ശരിക്കും ഒരു ആക്ഷേപ വാക്കുകളും ആ ദുഃഖം സഹിക്കവയ്യാതെ കൗസല്യയും ദശരഥ മഹാരാജാവിനെ കുറ്റം പറയുകയാണ്. ഇത് കേട്ട ഭൂപതി കൗസല്യ ചൊന്നൊരു വാക്കുകൾ താപേന കേട്ട് മന്ദം പറഞ്ഞിടിനാൻ. ഒരു വല്ലാത്ത നിസ്സഹായ അവസ്ഥയാണ് ദശരഥ മഹാരാജാവിൻ്റെ. സത്യത്തിനു വേണ്ടി നിലകൊണ്ടു, അതിൻ്റെ ഭാഗമായി മകനെ അയച്ചു. എന്നാൽ മറ്റാരെക്കാളും ദുഃഖിതനാണ് അദ്ദേഹം. പക്ഷേ അതൊന്നും ഉൾക്കൊള്ളാൻ കൗസല്യക്ക് സാധിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, തീർച്ചയായും ഏതൊരു സ്ത്രീക്കും സഹിക്കാൻ സാധിക്കാത്ത ഒന്നാണ് സപത്നി ദുഃഖം. അതായത് താനല്ലാതെ, തന്നെ കൂടാതെ തൻ്റെ ഭർത്താവിനൊരു പത്നി ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ഒരു സ്ത്രീക്ക് ദുഃഖമാണ്. അതിൻ്റെ കൂടെ തന്നെ വേണ്ട രീതിയിൽ പരിഗണിക്കാതെ പിന്നീട് വരുന്ന ഭാര്യയ്ക്ക് അമിത പ്രാധാന്യം കൊടുക്കുക എന്ന് പറയുന്നത് അത് അതിലും അസഹനീയമാണ്. ഇതൊക്കെ സഹിച്ചുകൊണ്ടാണ് കൗസല്യാദേവി ഇത്രയും കാലം ജീവിച്ചത്. പിന്നീട് മകൻ വന്നപ്പോഴാണ് ഒരാശ്വാസമുണ്ടായത്. അപ്പോഴേക്കും പിന്നെ ഒരുപക്ഷെ രാജാവ് തന്നെ പരിഗണിക്കാത്തതൊക്കെ കൗസല്യ മറന്നിട്ടുണ്ടാകാം. പക്ഷെ ഇപ്പോഴിതാ എല്ലാം പോയി. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, തനിക്ക് ആശ്വാസമായിരുന്ന മകനെ തന്നിൽ നിന്ന് പിടിച്ചു മാറ്റി. അതും ആർക്കു വേണ്ടി? താൻ ആര് കാരണമാണോ അവഗണിക്കപ്പെട്ടത് അവർക്ക് വേണ്ടി, ആ കൈകേയിക്ക് വേണ്ടി. അപ്പൊ ആ ഒരു രോഷം മുഴുവൻ അങ്ങോട്ട് പുറത്തു ചാടുകയാണ് കൗസല്യയിൽ നിന്ന്. അതാണ് അങ്ങനെ രോഷം കൊള്ളുന്നത്. പക്ഷെ രാജാവിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ വളരെ സങ്കടമാണ്. അതാണ് പറയുന്നത്, പുണ്ണിലൊരു കൊള്ളി വയ്ക്കുന്നത് പോലെ നീ ഇങ്ങനെ പറയരുത്. ഞാൻ ആകെ തകർന്നിരിക്കുകയാണ്, അതിൽ വീണ്ടും ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കരുത്. അതാണ് പുണ്ണിന് വീണ്ടും കൊള്ളിവെക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടും വേദനിപ്പിക്കുക. അപ്പോൾ പറഞ്ഞു, കൊള്ളിവെക്കുന്നത് പോലെ പുണ്യമില്ലാതെ മാം ഖേദിപ്പിയായികമേ, എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ കൗസല്യേ. പ്രാണപ്രയാണമടുത്ത തപോധനൻ പ്രാണവിയോഗെ ശപിച്ചത് കാരണം. ഇനി തൻ്റെ ആ ശാപ കാര്യത്തെക്കുറിച്ച്, തനിക്കിങ്ങനെയൊക്കെ വരാൻ ഒരു ശാപവും കാരണമായി എന്നതിനെക്കുറിച്ച് പറയുകയാണ്. ഇതേപോലെ എന്നെപ്പോലെ ആ അവസാന കാലം അടുത്ത, അതാണ് പ്രാണപ്രയാണമടുത്ത ആ തപോധനൻ പ്രാണവിയോഗെ, പ്രാണൻ ശരീരത്തിൽ നിന്ന് പോകുന്ന ആ സമയത്താണ് എന്നെ ശപിച്ചത്. അത് കാരണം ദുഃഖം ഉൾക്കൊണ്ട് മരിക്കാൻ തുടങ്ങും. അങ്ങനെ ഞാനിതാ മരിക്കാൻ പോവുകയാണ്, എനിക്കിനി ജീവിച്ചിരിക്കാൻ സാധിക്കില്ല. ഇങ്ങനെ തുടങ്ങും. ഉൾക്കാമ്പുരുക്കി, എൻ്റെ ഉൾക്കാമ്പിനെ, എൻ്റെ ഹൃദയത്തെ വീണ്ടും ഇങ്ങനെ കുത്തി നോവിക്കരുത്. ഉൾക്കാമ്പുരുക്കി ചമയ്ക്കായിക വല്ലഭേ, എന്നെ ദുഃഖിപ്പിക്കരുത്. ഇനി ആ ശാപത്തിൻ്റെ കഥ പറയുകയാണ്. കേൾക്ക നീ ശാപപ്രകാരം മനോഹരെ, എനിക്ക് എങ്ങനെയാണ് ആ ശാപമുണ്ടായത് എന്ന് നീ കേൾക്കുക. സാക്ഷാൽ തപസ്വികൾ ഈശ്വരന്മാരല്ലോ. എന്നെ ശപിച്ച ആ മുനി ശരിക്കും ഒരു തപസ്വിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ശാപം ഇത്ര കൃത്യമായി
ഇവിടെ ഫലിക്കുന്നത്. അതാണ് അവർ ഈശ്വരന്മാർ തന്നെയാണ്. അപ്പോൾ ഈശ്വരന്മാരുടെ വാക്കുകളാണ് സത്യമായി തീരുന്നത്. അതേപോലെ യഥാർത്ഥ തപസ്വികളുടെ വാക്കുകളും സത്യമായി തീരും. ദശരഥ മഹാരാജാവിൻ്റെ ആ യൗവനകാലത്ത് നടന്ന ആ സംഭവം വിവരിക്കുകയാണ്. ഒരിക്കൽ നായാട്ടിന് പോയി. അങ്ങനെ അർദ്ധരാത്രിയായി. അത്രയും സമയം നായാടിയിട്ടും തളരാതെ, എന്നാൽ തളർച്ചയില്ല എന്നും പറയാൻ പറ്റില്ല, പക്ഷെ ആ നായാടുന്നതിനുള്ള ആ ഒരു ആവേശത്താൽ അപ്പോഴും ഇനിയും ഏതെങ്കിലും മൃഗത്തെ കിട്ടുമോ എന്ന് നോക്കിക്കൊണ്ട് അർദ്ധരാത്രിയിൽ ശരജാലവും ചാപവും, ശരക്കൂട്ടം അമ്പുകളുടെ കൂട്ടവും ചാപവും ഹസ്തേ ധരിച്ച് എൻ്റെ കയ്യിൽ തന്നെ വെച്ച് മൃഗയാ വിവശനായിട്ട്, അവിടെ ആ മൃഗയാ വിനോദത്തിനുള്ള ആ ഒരു ആശയുമുണ്ട്, എന്നാൽ ക്ഷീണവുമുണ്ട്. അങ്ങനെ വാഹിനീ തീരെ, ആ നദീതീരത്തിൽ വനാന്തരെ മാനസമോഹേന, ഇനിയും ഏതെങ്കിലും ഒരു മൃഗത്തെ കൊല്ലാൻ സാധിക്കുമോ എന്നിങ്ങനെ നോക്കി നിൽക്കുന്ന നേരം ഒരു മുനി, ഇത് രാജാവ് ആദ്യം അറിയുന്നില്ല, ദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടിരുട്ടത്ത് പുറപ്പെട്ടു. എന്തിനാണ് മുനി ആ ഇരുട്ടത്ത് തന്നെ വന്നത്? കാരണം അച്ഛനമ്മമാർ അത്രയും അത്യാവശ്യമായിട്ട് വെള്ളത്തിന് പറഞ്ഞു. അതാണ് സാഹസത്തോടെ ആ ഇരുട്ടത്ത് കാട്ടിൽ വരാൻ കാരണം അതാണ്. അങ്ങനെ കുംഭവും കൊണ്ട് ആ കുടം വെള്ളത്തിൽ വെള്ളം കോരുവാൻ വന്നവൻ കുംഭേന കുടമെടുത്തിട്ട് വെള്ളം അൻപോട് മുക്കും വിധൗ, ആ വെള്ളത്തിൽ അങ്ങനെ മുക്കിയിട്ട് വെള്ളം ഇങ്ങനെ അതിലേക്ക് കയറുമ്പോഴുള്ളൊരു ശബ്ദം, ആ ഗുളുഗുളു ശബ്ദം, അതാണ് കുംഭത്തിൽ നീരകം പുക്കു. കുടം വെള്ളത്തിലേക്ക് അങ്ങനെ കമഴ്ത്തിയിട്ട് അതിനെ തിരിച്ചു പിടിച്ച് അതിലേക്ക് വെള്ളം കയറുമ്പോഴുണ്ടാകുന്ന ആ ഒരു ശബ്ദം. അപ്പോൾ അത്രയും സൂക്ഷ്മമാണ് ഈ ദശരഥൻ്റെ ചെവി എന്നുകൂടെ വേണം അറിയാൻ. അത്രയും സൂക്ഷ്മമായ ഇന്ദ്രിയങ്ങളോട് കൂടിയ ആളാണ് ദശരഥൻ. അങ്ങനെ ആ ശബ്ദം കേട്ടിട്ട് കുംഭി തുമ്പിക്കൈയിൽ അംഭോഗതമിതി, കുംഭി ആന തുമ്പിക്കൈയിൽ വെള്ളമെടുക്കുകയാണോ എന്ന് ചിന്തിച്ചുടൻ നാദഭേദിനം സായകം, അവിടെയും നേരിട്ട് പോയിട്ട് അമ്പയക്കുകയല്ല ചെയ്യുന്നത്, നാദഭേദിയായിട്ടുള്ള ശബ്ദം കേട്ട ദിക്കിലേക്ക് അമ്പയക്കാനുള്ള അത്രയും പ്രാവീണ്യമുള്ള ദശരഥൻ ആ കേട്ട ദിക്കിലേക്ക് അവിടെ എന്താണെന്ന് പോലും നോക്കാതെ അയക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നാദഭേദിനം സായകം. ശബ്ദം കേട്ട് അതിനെ ഭേദിക്കാൻ തക്കതായ ആ സായകം, അമ്പിനെ സന്ധായ, അതിനെ അമ്പ് കുലയ്ക്കണം, അങ്ങനെ അത് കുലച്ച് ചാവേ ദൃഢം അയച്ചിടിനേൻ. ഇത് അവിടെ കൊണ്ടതും ഹാ ഹാ ഹതോസ്മ്യഹം, അഹം ഹതോസ്മി, ഞാനിതാ കൊല്ലപ്പെടാൻ പോകുന്നു, ഹാ ഹാ ഹതോസ്മി അഹം, ഞാൻ കൊല്ലപ്പെടാൻ പോകുന്നു, ഹാ ഹാ ഇതി കേട്ടിതു മാനുഷവാക്യവും, കേട്ടത് ഒരു മനുഷ്യൻ്റെ കരച്ചിൽ. ആ മനുഷ്യൻ തുടരുകയാണ്, ഞാനൊരു ദോഷം ആരോടുമേ ചെയ്തില്ല, കേനവാഹന്ത, ആരോടും ഒരു ദ്രോഹവും ചെയ്യാത്ത ഞാൻ, കേന ആരാലാണ് ഹന്ത കൊല്ലപ്പെടാൻ പോകുന്നത്, ഹതോഹം ഞാനിതാ കൊല്ലപ്പെടാൻ പോകുന്നു, അതായത് മരിക്കാൻ പോകുന്നു, വിധേ ഇതൊരു വിധി തന്നെ, ഇതെൻ്റെ വിധി തന്നെ. മാത്രമല്ല അവിടെ സങ്കടം എന്താണ്, വൃഥാ പാർത്തിരിക്കുന്നിതു മാതാപിതാക്കന്മാർ, എൻ്റെ അച്ഛനമ്മമാർ വെള്ളം കുടിക്കാൻ വെറുതെ എന്നെ കാത്തിരിക്കുകയാണല്ലോ, ആർത്തി കൈക്കൊണ്ട് തണ്ണീർക്ക് ദാഹിക്കയാൽ, അവർ വെള്ളത്തിന് വേണ്ടി ദാഹിച്ച് അവിടെ ഇരിക്കുകയാണല്ലോ, ദൈവമേ ഇതെന്തൊരു കഷ്ടമാണ്. ഇത്തരം അർത്യനാദം കേട്ട്, അപ്പോൾ ഇനി ദശരഥൻ പറയുകയാണ്, അങ്ങനെ ഒരു മനുഷ്യൻ്റെ ആർത്തനാദം കേട്ട് ഞാൻ അതിത്രസ്തനായി ആകെ പേടിച്ചുപോയി. എന്നിട്ട് തത്ര ചെന്ന് അത്തലോടും, ആകെ പരിഭ്രമിച്ചിട്ട് അവിടെ ചെന്നിട്ട് തഥാ അപ്പോഴാണ് കാണുന്നത് ഒരു താപസ ബാലകൻ. ഉടനെ ചെന്ന് പാദങ്ങളിൽ വീണ് താപേന ചൊന്നേൻ. കാരണം താപസന്മാർ ശപിച്ചാൽ അത്
അത് അച്ചട്ടാണ്. അതാണ് നേരത്തെ പറഞ്ഞത്, തപസ്വികൾ, സാക്ഷാൽ തപസ്വികൾ ഈശ്വരന്മാരാണ്. അങ്ങനെ നേരെ പോയി ആ മുനികുമാരൻ്റെ കാലിൽ വീണ് മുനിസുതനോട് ഞാൻ പ്രകാരം പറഞ്ഞു, സ്വാമിൻ, ദശരഥനായ രാജാവു ഞാൻ, മാം അപരാധിനം, അത് അപരാധിനം മാം, അപരാധിയായ എന്നെ രക്ഷിക്ക വേണമേ. ഞാൻ അറിയാതെ മൃഗയാവിവശനായി ആന തണ്ണീർ കുടിക്കും നാദമെന്നോർത്തു. ഞാൻ ആ വിനോദത്തിനുള്ള ആ ഒരു ആവേശം കൊണ്ട് ഞാൻ ചിന്തിച്ചത്, എൻ്റെ ചിന്ത മുഴുവൻ മൃഗങ്ങളെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ അസമയത്ത് മനുഷ്യർ വരാൻ ഒട്ടും സാധ്യതയില്ല എന്നതുകൊണ്ടും കൂടെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഒരു ആന വന്ന് വെള്ളം കുടിക്കുകയായിരിക്കും എന്നോർത്ത് ബാണമെയ്തേൻ അതിപാപിയായോരു ഞാൻ. എന്തൊരു കഷ്ടമാണ്, ഞാൻ അതിപാപിയായല്ലോ, പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ. അന്ന് തന്നെ ദശരഥൻ പറഞ്ഞു, ഇനി ഞാൻ ജീവിച്ചിരിക്കില്ല, ഞാൻ എൻ്റെ പ്രാണനെ കളയുകയാണ്. അങ്ങനെ പാദങ്ങളിൽ വീണ് കേണീടും എന്നോട്, അങ്ങനെ കേഴുന്ന എന്നോട് ഖേദം കലർന്നു ചൊന്നാൻ മുനിബാലകൻ. ആ മുനികുമാരൻ ഇപ്രകാരം പറഞ്ഞു, അങ്ങ് വിഷമിക്കേണ്ട, കർമ്മമത്രേ തടുക്കാവതല്ലാർക്കുമേ. ഇതൊക്കെ ആ കർമ്മത്തിൻ്റെ ഒരു കെട്ടുപാടിൽ നിന്ന്, കർമ്മവശഗതരായ നമ്മളൊക്കെ അസ്വതന്ത്രരാണ്. ആരാൽ വധിക്കപ്പെടണം ഇതൊക്കെ മുന്നേ തീരുമാനിച്ചു വെച്ചതാണ്. അതുകൊണ്ട് ഇതാർക്കും തടുക്കാൻ സാധിക്കില്ല. എന്നാൽ അങ്ങ് വിഷമിക്കേണ്ട, ഞാനൊരു മുനികുമാരനാണ്, ബ്രഹ്മഹത്യാ പാപമുണ്ടാകും എന്ന് വിചാരിച്ച് പേടിക്കേണ്ട. ബ്രഹ്മഹത്യാ പാപമുണ്ടാകയില്ലത്തേ, അങ്ങേക്ക് അങ്ങനെ ഒരു പാപമുണ്ടാവുകയില്ല. കാരണം ഞാൻ ബ്രാഹ്മണനല്ല, വൈശ്യനത്രേ ഞാനൊരു വൈശ്യനാണ്. പക്ഷേ തപസ്സു ചെയ്ത് അങ്ങനെ തപസ്വിയായതാണ്. ഇനി മമ പിതാക്കന്മാരെ, അച്ഛനും അമ്മയും അവിടെ എന്നെ കാത്തിരിപ്പുണ്ട്, നീ പോയി ആശ്വസിപ്പിക്കണം. ആശ്വസിപ്പിക്ക നീ ഏതുമേ വൈകാതെ. അങ്ങ് പ്രാണൻ കളയരുത്. കാരണം എൻ്റെ അച്ഛനമ്മമാരെ ഈ വിവരം അങ്ങ് തന്നെ അറിയിക്കണം. വാർദ്ധക്യമേറി ജരാനരയും പൂണ്ട് നേത്രവും കാണാതെ, അവർക്ക് കണ്ണും കാണില്ല, അവർ അത്രയും പ്രായമേറിയിരിക്കുന്നു, ജരാനര പൂണ്ട് അവശരാണ്, കണ്ണ് കാണുകയും ചെയ്യാത്ത അവർ പാർത്തിരുന്നിടുന്നു, എന്നെ കാത്തിരിക്കുകയാണ്. ദാഹേന, ദാഹം കൊണ്ട് വരണ്ടിട്ട് ഞാൻ ജലം കൊണ്ടങ്ങ് ചെല്ലുവാൻ. അതുകൊണ്ട് അങ്ങ് വേഗം കൊണ്ടുപോയിട്ട് ഈ ജലം കൊടുക്കണം. ദാഹം കെടുക്ക നീ തണ്ണീർ കൊടുത്തിനി, അങ്ങ് വേഗം ചെല്ലൂ എൻ്റെ അച്ഛനമ്മമാരുടെ അടുത്തേക്ക്. എന്നിട്ട് വെള്ളം കൊടുത്തിട്ട് വൃത്താന്തമെല്ലാം അവരോടറിയിക്ക. സത്യമായിട്ട് അവരോട് പറയുക, എന്നാൽ അവർ നിന്നെയും രക്ഷിക്കും. അതായത് കടുത്ത ശാപമൊന്നും തരാതെ രക്ഷിക്കും എന്നർത്ഥം. എന്നാൽ പോലും അവരുടെ കോപം കൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, എന്നുടെ താതന് കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടും അറിയുക നീ. അച്ഛനോട് നീ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഒരു പക്ഷേ അത്ര വലിയ ശാപമൊന്നുമില്ലാതെ നിനക്ക് രക്ഷപ്പെടാം. എന്നാൽ എൻ്റെ അച്ഛൻ കോപിക്കുകയാണെങ്കിൽ അങ്ങ് ഭസ്മമായി തീരും. അത്രയും ഉജ്ജ്വല തപസ്വിയാണ് എൻ്റെ അച്ഛൻ. പ്രാണങ്ങൾ പോകാഞ്ഞു പീഡയുണ്ടേറ്റവും ബാണം പറിക്ക നീ വൈകരുതേതുമേ. അപ്പോൾ ഇവിടെ ആ അമ്പ് തറച്ചിട്ട് അവിടെ പ്രാണൻ പോകാതെ ഇരിക്കുന്നിടത്തോളം വേദന ഉണ്ടാകും. അപ്പോൾ ഈ മുനികുമാരൻ പറഞ്ഞു, പ്രാണങ്ങൾ പോകാത്തത് കൊണ്ട് പീഡയുണ്ട്, എനിക്ക് അത്ര വേദനയുണ്ട്, ഒന്നിത് പറിച്ചു കളയൂ. ബാണം പറിക്ക നീ വൈകരുതേതുമേ. വൈകരുത്, എന്തായാലും ഞാൻ മരിക്കും എന്നത് കേട്ട് ശല്യ ഉദ്ധാരണം ചെയ്തു. ശല്യം ആ അമ്പ്, അതിനെ പറിച്ച് ഇങ്ങോട്ട് എടുത്തിട്ട് പിന്നെ സജലം, ജലത്തോടുകൂടി വെള്ളം നിറച്ച കലശവും ആ കുടവും കൈക്കൊണ്ട് ദമ്പതിമാരിയ്ക്കുന്ന അവിടേക്ക്, ആ അച്ഛനമ്മമാരിയ്ക്കുന്ന അവിടെ തീർച്ചയായും ഉണ്ടാകുന്ന ആ ഒരു മനസ്സിൻ്റെ സംഭ്രമം അത് നമുക്ക് ഊഹിക്കാം. അങ്ങനെ അതിസംഭ്രമത്തോട് ഞാൻ ചെല്ലും ദശാന്തരെ. അങ്ങനെയുള്ള ആ സമയത്ത് വൃദ്ധതയോട് നേത്രങ്ങളും വേറുപെട്ട് അർദ്ധരാത്രിക്ക് വിശന്ന് ദാഹിച്ചഹോ.
അപ്പം അവരവിടെ നിന്നിങ്ങനെ എന്താണ് പേർത്ത് പറയുക, ഇങ്ങനെ ആ ഒരു സങ്കടം കൊണ്ട് ഇങ്ങനെ പറയുകയാണ്, ഞങ്ങൾ വൃദ്ധരായിട്ടുള്ള നേത്രം കണ്ണു കാണാത്ത ഞങ്ങൾ ഈ അർദ്ധരാത്രിക്ക് വിശന്ന് ദാഹിച്ചഹോ വർത്തിക്കും ഞങ്ങൾക്ക് തണ്ണീർക്ക് പോയൊരു പുത്രനും ഇന്ന് മറഞ്ഞു കളഞ്ഞിതോ. എവിടെ പോയി ഞങ്ങളുടെ മകൻ? അവൻ ഞങ്ങളെ മറന്നുപോയോ? പോയ വഴിക്ക് അങ്ങനെ പോയോ? മറ്റില്ലൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും. ഞങ്ങൾക്ക് വേറെ ആരും ആശ്രയമില്ല. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ മകനാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. മുറ്റും ഭവാൻ ഒഴിഞ്ഞെന്തു വൈകിയിടുവാൻ. എന്നിട്ടും എന്താണ് ഇതൊക്കെ അറിയാമല്ലോ ഞങ്ങളുടെ മകന്, എന്നിട്ടും എന്താണ് ഇത്ര വൈകുവാൻ? ഭക്തിമാനേറ്റവും ഉന്നമെല്ലാം. ഞങ്ങളുടെ കാര്യത്തിൽ അത്രയും ഭക്തിയോടുകൂടെ എല്ലാം ചെയ്തവനാണല്ലോ ഞങ്ങളുടെ മകൻ. എന്നിട്ടിപ്പോൾ അതിസ്വസ്ഥനായി വന്നിതോ നീ കുമാരാബലാൽ. ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രായമായ കണ്ണു കാണാത്ത അച്ഛനമ്മമാരെ നോക്കി നിനക്ക് മടുത്തുപോയോ? അതുകൊണ്ട് ഇനി സ്വന്തം കാര്യം നോക്കി എവിടെയെങ്കിലും പോയേക്കാം, അങ്ങനെ വല്ലതും നീ ബലാൽ ചിന്തിച്ചു പോയോ എന്നാണ്. അതായത് വിധി നമ്മളെ ചില സമയത്തൊക്കെ അങ്ങനെയൊക്കെ തോന്നിപ്പിക്കാം. അങ്ങനെ ഞങ്ങളുടെ മകനും അങ്ങനെ വല്ലതും തോന്നിപ്പോയോ? കാരണം ഒരുപാട് സമയമായി പോയിട്ട്, സാധാരണഗതിയിൽ പോയി വരേണ്ട സമയമായി. ഇങ്ങനെയൊക്കെ ഇങ്ങനെ പിറുപിറുത്ത് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ അച്ഛനമ്മമാരുടെ അടുത്തേക്കാണ് ദശരഥ മഹാരാജാവ് ചെല്ലുന്നത്. അങ്ങനെ ദശരഥ മഹാരാജാവ് പറയുകയാണ് കൗസല്യയോട്, മത് പാദവിന്യാസജ ധ്വനി. എൻ്റെ പാദവിന്യാസത്തിൽ നിന്നുണ്ടായ ആ ഒച്ച കേൾക്കായി കാൽപെരുമാറ്റം മതീയം. എൻ്റെ കാൽപെരുമാറ്റം തഥാ കേട്ട്, അപ്പോൾ കേട്ടിട്ട് താൽപര്യമോട് പറഞ്ഞു ജനകനും. അപ്പോൾ അവർക്ക് ആവേശമായി, ആ മകൻ വന്നു. വൈകുവാൻ എന്തുമൂലം മമനന്ദന. അച്ഛൻ കണ്ണു കാണുന്നില്ല, അപ്പം മകനാണെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. എന്തു പറ്റി മോനെ? വേഗേന തണ്ണീർ തരിക നീ സാദരം. ഒന്ന് പെട്ടെന്ന് വരൂ, ഞങ്ങൾക്ക് ദാഹിച്ചിട്ട് വയ്യ. യുദ്ധമാകർണ്യ ഞാൻ ദമ്പതിമാർ പദം ഭക്ത്യാ നമസ്കരിച്ചെത്രയും ഭീതനായി. കാരണം എന്താ പറയാ, അങ്ങനെ ഒരു അവസ്ഥയിൽ ആ അച്ഛനമ്മമാർ എങ്ങനെയാ അത് സഹിക്കുക? അപ്പോൾ എന്നാൽ പറയാതിരിക്കാനും സാധിക്കില്ല. അങ്ങനെ ആകെ വിഷമത്തോടെ നേരെ പോയി അവരുടെ കാൽക്കൽ വീണ് പേടിയുമുണ്ട്. അങ്ങനെ പേടിച്ച് വിറച്ചിട്ടായാൽ പോലും വൃത്താന്തമെല്ലാം അറിയിച്ചിതന്നേരം. എന്നിട്ട് പറഞ്ഞു, പുത്രനല്ലല്ല അയോധ്യാധിപനാകിയ പൃഥ്വീവരൻ ഞാൻ ദശരഥൻ എന്ന് പേർ. ഞാൻ നിങ്ങളുടെ മകനല്ല, ഞാൻ രാജാവാണ്, ദശരഥനാണ് ഞാൻ. രാത്രൗ വനാന്തേ. രാത്രിയിൽ വനത്തിൽ മൃഗയാ വിവശനായി ശാർദൂല മുഖ്യ മൃഗങ്ങളെയും പുലി തുടങ്ങിയ മൃഗങ്ങളെയൊക്കെ കൊന്നിട്ട് പാർത്തിരുന്നേൻ. ഞാൻ വീണ്ടും വേറെ ഏതെങ്കിലും മൃഗം വരുമോ എന്ന് വിചാരിച്ച് നദീതീരെ മൃഗ ആശയ, ഏതെങ്കിലും ഒരു മൃഗം വീണ്ടും വരുമെന്ന് ആഗ്രഹിച്ച് ഞാൻ വന്നു. കുംഭത്തിൽ നീരകം പുക്ക ശബ്ദം കേട്ട്, ആ കുടത്തിൽ വെള്ളം നിറയ്ക്കുന്ന ആ ഒരു ശബ്ദം കേട്ടിട്ട് കുംഭീവരൻ നിജ തുമ്പിക്കരം തന്നിൽ, ഒരു ആന തൻ്റെ തുമ്പിക്കരം തന്നിൽ അംഭസ് കൊള്ളുന്ന വെള്ളം കുടിക്കുന്ന ശബ്ദമെന്നോർക്കയാൽ അമ്പയച്ചേൻ അറിയാതെ അതും ബലാൽ. അതും ഒരു വിധി എന്ന പോലെ. അതാണ് ഇവിടെ ബലാൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാം ഒരു വിധി നിർണയം പോലെ വിധിവശാൽ അങ്ങനെ വന്നു പോവുകയാണ് ചെയ്തത്. അങ്ങനെ ആന എന്ന് കരുതി ഞാൻ അയച്ച അമ്പ് പുത്രനു കൊണ്ട നേരത്ത് കരച്ചിൽ കേട്ട് എത്രയും ഭീതനായി തത്ര ചെന്നിടിനേൻ. അപ്പോഴാണ് ഒരു മനുഷ്യ ശബ്ദമാണെന്ന് ഞാൻ കേട്ടത്. അങ്ങനെ പേടിച്ച് വിറച്ച് ഞാൻ ചെന്നു. ബാലനെ കണ്ട് നമസ്കരിച്ചേൻ. അതുമൂലം അവനും എന്നോട് ചൊല്ലിയിടിനാൻ. അവൻ്റെ കാലിൽ വീണ് നമസ്കരിച്ചപ്പോൾ ആ മുനികുമാരൻ എന്നോട് പറഞ്ഞു, കർമ്മമത്രേ മമ വന്നതിതു. ഇതെൻ്റെ കർമ്മഫലമാണ് എന്ന് പറഞ്ഞു. മാത്രമല്ല എന്നോട് പറഞ്ഞു, തവ ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലതേ. അങ്ങേക്ക് ബ്രഹ്മഹത്യാപാപമുണ്ടാവുകയില്ലെന്ന് പറഞ്ഞു. എന്നാൽ കണ്ണും പൊടിഞ്ഞ് വയസ്സുമേറെ പൊക്കു പർണശാലാന്തേ വിശന്ന് ദാഹത്തോടും എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്ക്
തണ്ണീർ കൊടുക്ക എന്ന് എന്നോട് ചൊല്ലിനാൻ. അങ്ങയുടെ മകൻ തന്നെയാണ് എന്നോട് പറഞ്ഞത്, എൻ്റെ അച്ഛനമ്മമാർക്ക് ഈ വെള്ളം കുടിക്കാൻ കൊടുക്കൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിത് വന്ന് നിങ്ങളെ അറിയിച്ചതാണ്. ഞാനത് കേട്ടുഴറ്റോടു വന്നേനിനി ജ്ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം. ഇവിടെ ജ്ഞാനികളാണല്ലോ നിങ്ങൾ എന്ന് എടുത്തു പറയാൻ കാരണം, ജ്ഞാനികൾ എല്ലാം തുല്യമായി കാണുന്നവരാണ്, മമതാബന്ധം ഇല്ലാത്തവരായിരിക്കണം. എന്നാൽ ഇവർ തപസ്വികൾ മാത്രമാണ് എന്ന് തന്നെയാണ് ഇവരുടെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർക്കപ്പോഴും ആ മമതാബന്ധം വിട്ടിട്ടില്ല. അതുകൊണ്ടാണ് നേരത്തെ മകനെ കുറച്ചു നേരം കാണാതിരുന്നപ്പോൾ പോലും ആ ഒരു പരാതി രൂപത്തിലൊക്കെ പറഞ്ഞത്. അപ്പോൾ തപസ്വികളാണ് എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ശാപവും വരവും ഒക്കെ കൊടുക്കാൻ സാധിക്കും. പക്ഷെ ജ്ഞാനികളാണെങ്കിൽ മാത്രമേ എല്ലാം സമദർശിത്വത്തോടെ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് ദശരഥ മഹാരാജാവ് പറയുന്നത്, ജ്ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം. ശ്രീപാദപങ്കജമെന്നിയേ മറ്റില്ല, എനിക്ക് നിങ്ങൾ മാത്രമേ എനിക്കൊരാശ്രയമുള്ളൂ. പാപിയോരടിയൻ അവലംബനം, നിങ്ങളാണ് എൻ്റെ ഭാവി തീരുമാനിക്കുന്നത്. അതുകൊണ്ട് എന്നെ ശപിക്കരുത് എന്ന് പറയാതെ പറയുകയാണ്. ജന്തുവിഷയാ കൃപാവശകന്മാരല്ലോ, ഞങ്ങളൊക്കെ അറിവില്ലാത്തവർ, അതുകൊണ്ടാണ് ജന്തുക്കൾ എന്ന് പറയുന്നത്. സാധാരണ മൃഗങ്ങളെ പോലെ ഇങ്ങനെ തിന്നും കുടിച്ചും ജീവിക്കുന്നവരാണ്. നിങ്ങളെ പോലുള്ള തപസ്വികളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഞങ്ങളൊക്കെ വെറും ജന്തുക്കൾ. അവർ ആ വിഷയാസക്തരായിട്ടുള്ള അങ്ങനെയുള്ള അവരോട് നിങ്ങൾക്ക് ആ ഒരു കൃപ ഉണ്ടാകണമല്ലോ. സന്തതം താപസപുങ്കവന്മാർ നിങ്ങൾ, കാരണം നിങ്ങൾ തപസ്വികളാണ്. അപ്പം ഞങ്ങളെ പോലുള്ളവരിൽ ഒരു കൃപ ചൊരിയണം, കാരുണ്യമുണ്ടാകണം. ഞങ്ങളുടെ ഈ അറിവില്ലായ്മ പൊറുക്കാൻ അങ്ങേക്ക് സാധിക്കണം. ഇത്തമാകർണ്യ കരഞ്ഞവരെത്രയും ദുഃഖം കലർന്നു ചൊല്ലിയിടിനാർ. ഇതൊക്കെ കേട്ട് അവർ കരഞ്ഞ് തളർന്നു, ആ അച്ഛനും അമ്മയും. എന്നിട്ട് ദശരഥ മഹാരാജാവിനോട് പറഞ്ഞു, പുത്രൻ എവിടെ കിടക്കുന്നിതു, ഭവാൻ തത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിടണം. ഒന്ന് ഞങ്ങളെ അവിടേക്ക് കൊണ്ടുപോകൂ, ഞങ്ങളുടെ പുത്രൻ എവിടെയാ ഉള്ളത്. ഞാൻ അത് കേട്ട്, ദശരഥ മഹാരാജാവ് പറയുകയാണ്, അവർ പറഞ്ഞത് കേട്ട് അവർ തമ്മേ എടുത്ത് അതിദീനതയോടും മകനുടൽ കാട്ടിനേൻ. അവരെ ഇങ്ങനെ കണ്ണു കാണാത്ത അവരെ മകനെ ഇങ്ങനെ സ്പർശിക്കുന്ന രീതിയിൽ അവർക്ക് എല്ലാം കാണിച്ചു കൊടുത്തു. കഷ്ടമാഹന്ത കഷ്ടം കർമ്മം, അവരും അത് അംഗീകരിക്കുകയാണ്, കർമ്മഫലമാണ് എന്നവർ തൊട്ടു തലോടി തനയ ശരീരവും, മകൻ്റെ ശരീരം ഇങ്ങനെ തൊട്ടു തലോടി. പിന്നെ പലതരം ചൊല്ലി വിലപിച്ചു. ഖിന്നതയോടവരെന്നോട് ചൊല്ലിനാർ, നീ ഇനി നല്ല ചിത ചമച്ചിടണം. ഞങ്ങളുടെ മകനോടുകൂടെ ഈ ചിതയിൽ ചാടി ജീവിതം അവസാനിപ്പിക്കുകയാണ്. കാരണം അവർക്ക് വേറെ ആശ്രയമില്ല, എല്ലാം മകനായിരുന്നു. അപ്പോൾ മകൻ ഇല്ലാത്ത സ്ഥിതിക്ക് ഇനി എങ്ങനെ ജീവിക്കും? അതുകൊണ്ട് മകനോടുകൂടെ പോകാൻ ഞങ്ങൾക്ക് ചിതയൊരുക്കണം. തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ, അങ്ങനെ തീയും ജ്വലിപ്പിക്കുക. തത്ര ഞാനും ചിത കൂട്ടിനേൻ അന്നേരം. ദശരഥ മഹാരാജാവ് 3 പേർക്കും വേണ്ടി ചിതയൊരുക്കി. പുത്രേണ സാഗം, പുത്രനോടുകൂടെ പ്രവേശിച്ചവർകളും ദഗ്ധദേഹന്മാരുമായി ചെന്നു മൂവരും. അങ്ങനെ ശരീരം ദഹിച്ചിട്ട് 3 പേരും, അച്ഛനും അമ്മയും ആ മകനും വൃത്രാരി ലോകം ഗമിച്ചു, സ്വർഗലോകത്തിലേക്ക് പോയി എന്നാണ് പറയുന്നത്. എന്നാൽ പോകുന്നതിന് മുൻപ്, ആ പ്രാണൻ പോകുന്നതിന് മുൻപ് വൃദ്ധ തപോധനൻ അന്നേരം എന്നോട്, എന്നെ നോക്കി ഇങ്ങനെ ഒരു ശാപവാക്ക് പറഞ്ഞു. പുത്രശോകത്താൽ മരിക്കെന്ന് ചൊല്ലിനാൻ. ഞങ്ങളെങ്ങനെയാണോ പുത്രശോകത്താൽ ഞങ്ങളുടെ അവസാന കാലം കഴിച്ചുകൂട്ടുന്നത്, ഈ ഒരു കുറച്ച് സമയമേ ഉള്ളുവെങ്കിലും അത്രയധികം ദുഃഖത്തോടു കൂടെയാണ് ഞങ്ങളുടെ പ്രാണനെ കളയുന്നത്, അതേപോലെ നീയും പുത്രശോകത്താൽ മരിക്കെന്ന് ചൊല്ലിനാൻ.
അപ്പോൾ ദശരഥൻ പറയുകയാണ്, ശാപകാലം നമുക്കാഗതമായിത്തോ താപസവാക്യം അസത്യമായും വരാ. ഒരിക്കലും തപസ്വികളുടെ വാക്ക് അസത്യമാകില്ല. മന്നവനേവം പറഞ്ഞു വിലപിച്ചു പിന്നെയും പിന്നെയും കേണു തുടങ്ങിനാൻ. ഹാ രാമാ പുത്ര ഹാ സീതേ ജനകജേ, ഹാ രാമാ ലക്ഷ്മണ ഹാ ഹാ ഗുണാംബുധേ. നിങ്ങളെയും പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നത് കൈകേയി സംഭവം. എല്ലാറ്റിനും കൈകേയും ഒരു കാരണമായല്ലോ. രാജീവനേത്രനെ ചിന്തിച്ച് ശ്രീരാമചന്ദ്രനെ തന്നെ ചിന്തിച്ചിട്ട് രാജാ ദശരഥൻ പൊക്കു സുരാലയം. അദ്ദേഹവും ആ ദേവലോകത്തേക്ക് തന്നെ യാത്രയായി. അങ്ങനെ വീരശൂര പരാക്രമിയായിട്ടുള്ള ഒരു രാജാവിൻ്റെ അത്യന്തം ദയനീയമായിട്ടുള്ള ഒരു അന്ത്യം. ഇവിടെയാണ് മനുഷ്യൻ്റെ മോഹങ്ങൾ അത് നമ്മെ ദുഃഖിപ്പിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. ആത്യന്തികമായി കുറേ നാളൊക്കെ സന്തോഷം തരും, പക്ഷേ ആത്യന്തികമായി അതിൻ്റെ അവസാനം ദുഃഖമാണ് എന്ന വലിയൊരു ജീവിത പാഠമാണ് ഈ ഒരു ചരമഗതിയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഇതൊക്കെ പുരാണങ്ങളൊക്കെ നമ്മെ ഓരോ പാഠം പഠിപ്പിക്കാനും കൂടിയാണ്. അത് വെറുതെ വായിച്ച് ആസ്വദിക്കാൻ മാത്രമല്ല, ഇതൊരു ജീവിത പാഠമാണ്. നമുക്ക് നമ്മുടെ പ്രാരബ്ധ കർമ്മവശാൽ വരുന്നത് സ്വീകരിക്കാനും ഇനി വരാത്തതിനെ നിർബന്ധ ബുദ്ധിയായി എനിക്ക് വേണം എന്ന രീതിയിൽ അങ്ങനെ ചെയ്യരുത് എന്നുകൂടെയാണ് ഇത് നമുക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ നിർബന്ധ ബുദ്ധിയാ നമ്മളിങ്ങനെ വാങ്ങിച്ചാൽ, അത് ഈശ്വരനോടാണെങ്കിൽ പോലും വാങ്ങിച്ചാൽ അതിന് ആയുസ്സില്ല. അത് താൽക്കാലികമാണ് ആ സന്തോഷം. ഇത് നമ്മെ പഠിപ്പിച്ച് തരുന്നതാണ് ദശരഥൻ്റെ ജീവിതം എന്നുകൂടെ നമ്മൾ ഓർക്കുക. ഇതറിഞ്ഞ നാരീജനങ്ങളുടെ വിലാപമാണ് അടുത്തത്. ദുഃഖിച്ചു രാജനാരീജനവും പുനരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ. ദശരഥൻ മരിച്ചു എന്നറിഞ്ഞ അന്തഃപുരവാസികളൊക്കെ തന്നെ വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. വക്ഷസി താടിച്ചു കേഴുന്ന ഘോഷങ്ങൾ. അപ്പോൾ ഈ നെഞ്ചത്തടിച്ച് കരയുന്നത് അന്നും ഉണ്ട്. അതാണ് വക്ഷസി താടിച്ച്, നെഞ്ചത്തടിച്ച് കരയുന്ന ആ ഒരു ഒച്ചപ്പാട്, ആ ഘോഷങ്ങൾ തൽക്ഷണം കേട്ട്, ഇത് കേട്ടിട്ടാണ് വസിഷ്ഠ മഹർഷിക്ക് മനസ്സിലാകുന്നത് ദശരഥൻ മരിച്ചു എന്ന്. അങ്ങനെ അത് കേട്ടിട്ട് വസിഷ്ഠ മുനീന്ദ്രനും മന്ത്രികളോടും ഉഴറി. എന്തോ ആപത്ത് സംഭവിച്ചു എന്നതിനാൽ ആകെ സംഭ്രമത്തോടെ ഉഴറി സസംഭ്രമം അന്തഃപുരമകം, അന്തഃപുരത്തിൽ അകത്ത് പുക്കരുളി ചെയ്തു. വേഗം തന്നെ ഇനി വേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. തൈലമയ ദ്രോണി, തൈലമയം എണ്ണ ഇട്ട, എണ്ണ നിറച്ചു വെച്ച ദ്രോണി, ദ്രോണി തന്നിൽ ആക്കൂ. ഇപ്പോൾ വിദേശത്ത് നിന്നൊക്കെ മക്കൾ ആരെങ്കിലും വരാനുണ്ടെങ്കിൽ ഫ്രീസറിലാണ് ആക്കുക ആ ഒരു ഡെഡ് ബോഡി. അപ്പോൾ അതിന് പകരം പണ്ട് ഉള്ളവർ ചെയ്തു വന്നിരുന്നത് ഔഷധക്കൂട്ടുള്ള എണ്ണയിൽ കിടത്തി ആ ശവശരീരം അങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കും. അതിനാണ് തൈലമയ ദ്രോണി, ദ്രോണി ആ ഒരു എണ്ണത്തോണി, അതിൽ തന്നിലാക്കൂ എന്ന് പറഞ്ഞു. അവിടെയുള്ളവർക്ക് അതിനുള്ള നിർദ്ദേശമൊക്കെ കൊടുത്തു. ധരാപാലകൻ തന്നുടൽ, രാജാവായിട്ടുള്ള ദശരഥൻ്റെ ഉടൽ, ശരീരം കേടുവന്നീടായ്വാൻ, കേടുവരാതിരിക്കാൻ അങ്ങനെ ആക്കൂ എന്നൊക്കെ നിർദ്ദേശം കൊടുത്തു. എന്നരുൾ ചെയ്ത് ദൂതന്മാരെയും വിളിച്ച് ഇന്ന് തന്നെ അവരോട് പറയാണ്, ഇന്ന് തന്നെ നിങ്ങൾ വേഗേന പോകണം, വേഗമേറിയിടും കുതിരയേറിച്ചെന്ന്. എത്രയും വേഗത്തിൽ ഓടുന്ന കുതിരയെ തന്നെ തിരഞ്ഞെടുത്തിട്ട് വേണം പോകാൻ. എവിടേക്ക് പോകണമെന്നാണ്? കേകയ രാജ്യമകം പുക്കു ചൊല്ലുക. അവിടെ കേകയ രാജ്യത്ത്, കൈകേയിയുടെ മാതൃരാജ്യത്ത് ചെല്ലുക. കാരണം അവിടെയാണ് ഭരതനും ശത്രുഘ്നനുമുള്ളത്. എന്നിട്ട് മാതുലനായ യുധാജിത്തിനോട്, ഭരതൻ്റെ അമ്മാവനായ യുധാജിത്തിനോട് ഇനി ഏതുമേ കാലം കളയാതെ അയക്കണം ശത്രുഘ്നനോടും ഭരതനെ.
ഒട്ടും താമസിക്കാതെ ഭരതനെ ശത്രുഘ്നനോടുകൂടെ തിരിച്ചയക്കണം എന്ന് അതിവിദ്രുതം ചെന്ന് ചൊല്ലുക. എത്രയും പെട്ടെന്ന്, അതിനാണ് ഏറ്റവും വേഗതയുള്ള കുതിരയെ തന്നെ തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞത്. സമയമില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചെന്ന് ചൊൽക എന്ന് അയച്ചിടിനാൻ, ചൊൽകെന്ന് അയച്ചിടിനാൻ. സത്വരം കേകയരാജ്യമകം പൊക്കു. അങ്ങനെ ദൂതന്മാർ അവിടെ എത്തി. നത്വ വന്ദിച്ചിട്ട് യുധാജിത്തിനോട് ചൊല്ലിയിടിനാർ. കേൾക്ക നൃപേന്ദ്ര, രാജാവെ കേൾക്കുക. വസിഷ്ഠൻ അരുൾ ചെയ്ത വാക്കുകൾ. വസിഷ്ഠൻ ഇതാ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ശത്രുഘ്നനോടും ഭരതനെ ഏതുമേ വൈകാതെ അയക്കൂ എന്ന്, അയോധ്യക്ക് തിരിച്ചയക്കൂ എന്ന് ദൂതവാക്യം കേട്ട നേരം നരാധിപൻ, ആ കേകയ നരാധിപൻ ബാലകന്മാരോട്, ഭരതശത്രുഘ്നന്മാരോട് പോകെന്ന് ചൊല്ലിനാൻ. കാലേ പുറപ്പെട്ടിതു കുമാരന്മാരും. വളരെ നേരത്തെ തന്നെ ഉഷസ്സിനെഴുന്നേറ്റ് പുറപ്പെട്ടു. അങ്ങനെ വിളിക്കാൻ വന്നതും ഒക്കെ ഒരു അസ്വാഭാവികത തോന്നിയതുകൊണ്ട് തന്നെ ഏതാനും അങ്ങൊരാപത്തകപ്പെട്ടിതു, എന്തോ ആപത്ത് വന്നിട്ടുണ്ട്. താതനെന്നാകിലും, അച്ഛനാണോ ആപത്ത് വന്നത്, ഇനിയല്ല ഭ്രാതാവിനാകിലും, ഞങ്ങളുടെ ഏതെങ്കിലും സഹോദരന്മാർക്കാണോ ആപത്ത്, എന്തകപ്പെട്ടതെന്നുള്ളിൽ എന്താണ് സംഭവിച്ചിരിക്കുക എന്ന് പലതരം ചിന്തിച്ചു മാർഗേ ഭരതനും. ആ വരുന്ന വഴി മുഴുവൻ ഭരതൻ ആലോചനയിലായിരുന്നു. അങ്ങനെ സന്താപമോടും അയോധ്യാപുരി പൊക്കു. വളരെ സങ്കടത്തോടുകൂടെ തന്നെയാണ്, എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഒരു തോന്നലുണ്ടായിരുന്നു. അങ്ങനെ സന്താപത്തോട് തന്നെ ആ അയോധ്യയിലെത്തിയപ്പോൾ അവിടെ കാണുന്നത് സന്തോഷവർജിതം. താൻ പോകുമ്പോൾ കണ്ട അയോധ്യയെ അല്ല, ആകെ ഉറങ്ങിപ്പോയതുപോലെ, സന്തോഷമൊക്കെ നശിച്ച, ശബ്ദഹീനം, ആരും സംസാരിക്കുന്നില്ല. തഥാ ഭ്രഷ്ടലക്ഷ്മീകം. ലക്ഷ്മി ഐശ്വര്യം ഭ്രഷ്ടമാവുക, ഐശ്വര്യം നഷ്ടമായത് അത് കാണാനുണ്ട് എന്നാണ്. ജനോദ്ബാധവർജിതം. സാധാരണ ജനങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞു ഉണ്ടാകാവുന്ന ആ ഒരു വീഥികളൊക്കെ ആളൊഴിഞ്ഞ് ശൂന്യമായിരിക്കുന്നു. ദൃഷ്ട്വ വിഗതോത്സവം. തൻ്റെ രാജ്യത്ത് എപ്പോഴും ഒരു ഉത്സവം പോലെ ആയിരുന്നു പണ്ട്, വിഗതമായിരിക്കുന്നു, അതൊക്കെ പോയിരിക്കുന്നു. അതാണ് വിഗതോത്സവം. തൻ്റെ രാജ്യത്തിൻ്റെ ആ ഒരു ഉത്സവത്തിൻ്റെ ആ ഒരു അന്തരീക്ഷം വിഗതമായത് ദൃഷ്ട്വ, കണ്ടിട്ട്, രാജ്യമെന്തിതം, ഇതെന്താണ് എൻ്റെ രാജ്യത്തിന് പറ്റിയത്, തേജോവിഹീനം, ഒരു തേജസ്സുമില്ല, ആകെ ഒരു ഉണങ്ങി വരേണ്ടതുപോലെ, എന്താണ് എൻ്റെ രാജ്യത്തിന് സംഭവിച്ചത് എന്ന് തേജോവിഹീനമകം പൊക്കിതു, അതിൽ പെട്ടുപോയല്ലോ, തേജോവിഹീനമായി പോയല്ലോ എൻ്റെ രാജ്യം എന്ന് വിചാരിച്ചിട്ട് രാജഗേഹം. അങ്ങനെ രാജഗേഹം രാമലക്ഷ്മണ വർജിതം. അവിടെ രാമലക്ഷ്മണന്മാരില്ലാത്ത ആ രാജഗൃഹത്തിലേക്ക് ചെന്നു. തത്ര കൈകേയിയെ കണ്ടു കുമാരന്മാർ. അവിടെ കൈകേയി മാതാവുണ്ട്. അങ്ങനെ ശത്രുഘ്നനും ഭരതനും ഭക്ത്യാ നമസ്കരിച്ചിടിനാരന്തികെ, അടുത്തു വന്ന് നമസ്കരിച്ചു. പുത്രനെ കണ്ട് സന്തോഷേണ മാതാവും ഉത്ഥായ, എഴുന്നേറ്റിട്ട് ഗാഠമാലിംഗ്യ, കെട്ടിപ്പിടിച്ചിട്ട് മടിയിൽ വെച്ച് ഉത്തമാങ്കേ മുകർന്നാശു ചോദിച്ചിതു. കുറേ നാളായി പോയിട്ട് അതിൻ്റെ ആ ഒരു ഒരുപാട് നാൾ കൂടി കണ്ടതിൻ്റെ ഒരു സന്തോഷത്താൽ അങ്ങനെ മടിയിൽ വെച്ച് തലയിൽ ശിരസിൽ ഇങ്ങനെ മുകർന്ന് കൊണ്ട് ചോദിച്ചു. ഭദ്രമല്ലി മൽ കുലത്തിങ്കലൊക്കവേ. ഇവിടെ കൈകേയിയുടെ രാജ്യത്തിൽ നിന്നാണ് വരുന്നത്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്, അവിടെ എല്ലാവർക്കും സുഖമല്ലേ? മാതാവിനും പിതൃഭ്രാതൃജനങ്ങൾക്കും, എൻ്റെ അമ്മയ്ക്കും അച്ഛനും എൻ്റെ സഹോദരങ്ങൾക്കും ഒക്കെ ഏതുമേ ദുഃഖം ഇല്ലല്ലി, ദുഃഖമൊന്നുമില്ലല്ലോ, അവിടെ എല്ലാവർക്കും സുഖമല്ലേ എന്ന് പറകനീ. ഇത്തരം കൈകേയി ചൊന്ന നേരത്ത് അതിനുത്തരമാശു ഭരതനും ചൊല്ലിനാൻ. ഇങ്ങനെ കൈകേയി ചോദിച്ചപ്പോൾ
അതിനുത്തരമായിട്ട് ഭരതൻ തിരിച്ചു ചോദിക്കുകയാണ്. ഇവിടെ ചൊല്ലി എന്നതിനാൽ ചോദിക്കുകയാണ്. ഖേദമുണ്ട് അച്ഛനെ കാണാൻ എനിക്കുള്ളിൽ, താതൻ എവിടെ വസിക്കുന്നു മാതാവേ. സാധാരണ നിലയിൽ അച്ഛനും അമ്മയും പിരിഞ്ഞ് കണ്ടിട്ടേയില്ല. എന്നാൽ ഇപ്പോൾ അമ്മയെ മാത്രമേ കാണുന്നുള്ളൂ. അതാണ് ഭരതൻ്റെ ഒരു സംഭ്രമം. ഇവിടെ കൈകേയി ചോദിച്ചതൊന്നുമല്ല ഭരതൻ ശ്രദ്ധിക്കുന്നത്, അച്ഛൻ എവിടെ പോയി. അതാണ് ഖേദമുണ്ട് അച്ഛനെ കാണാഞ്ഞ്. അച്ഛൻ എന്നും അമ്മയുടെ കൂടെ കാണുന്നതാണ്. എവിടെ പോയി എൻ്റെ അച്ഛൻ. മാതാവിനോട് പിരിഞ്ഞ് രഹസി ഞാൻ. രഹസി എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ദശരഥ മഹാരാജാവ് രാജസഭയിൽ അവിടെ പരസ്യമായിട്ടാണ് ഇരിക്കുക. അതല്ലാത്ത സമയത്തൊക്കെ തന്നെ അന്തഃപുരത്തിൽ രഹസ്യമായിട്ട്, എന്നാൽ കൈകേയിയോട് കൂടെ ഇരിക്കാറാണ് സാധാരണ പതിവ്. അതാണ് രാജസഭയിൽ ഒഴികെ എന്നും ഞാൻ അച്ഛനും അമ്മയും ഒരുമിച്ചാണ് കണ്ടിട്ടുള്ളത്. താതനെ പണ്ട് കാൺമീലൊരു നാളുമേ, മാതാവിനോട് പിരിഞ്ഞിട്ട് ഞാൻ ഇതുവരെ അച്ഛനെ കണ്ടിട്ടില്ല. ഇപ്പോൾ ഭവതി താനേ വസിക്കുന്നു. ഇപ്പോൾ അമ്മ തനിച്ചു വസിക്കുന്നു. ഇങ്ങനെ ഭവതി താനേ എന്തുകൊണ്ടാണ്? ഉൾപ്പൂവിലുണ്ട്, എൻ്റെ ഉൾപ്പൂവിൽ, എൻ്റെ മനസ്സിൽ മേ താപവും ഭീതിയും. എനിക്ക് സങ്കടവുമുണ്ട്, പക്ഷെ എന്തോ ഒരാപത്തിൻ്റെ ഒരു ശങ്ക എൻ്റെ ഉള്ളിലുണ്ട്. പറയൂ, മത്പിതാവ് എങ്ങ് പോയി എൻ്റെ അച്ഛൻ? പറകെന്നതു കേട്ടു, പറയൂ എന്ന് കേട്ടിട്ട് ഇവിടെ കൈകേയി അപ്പോഴും താൻ തൻ്റെ മകന് രാജ്യമൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട് എന്ന സന്തോഷ വർത്തമാനത്തെയാണ് ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് തത് പ്രിയമാശു. ഭരതന് പ്രിയം ഉണ്ടാകും എന്ന് കൈകേയി വിചാരിച്ച കാര്യം ചൊല്ലിനാൾ. തത് പ്രിയം ആശു, പെട്ടെന്ന് അതാണ് പറയുന്നത്. അതാണ് കൈകേയിയും ചൊല്ലിനാൾ. എൻ മകൻ എന്ത് ദുഃഖിപ്പാൻ അവകാശം? നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? നീ എന്തിനാണ് ഇങ്ങനെ ദുഃഖിക്കുന്നത്? നിനക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതാണ് നിൻ മനോവാഞ്ചിതമൊക്കെ വരുത്തി ഞാൻ. നിനക്ക് ദുഃഖിക്കേണ്ട യാതൊരാവശ്യവുമില്ല, നീ മനസ്സിൽ ആഗ്രഹിക്കുന്നത് എന്ന് കൈകേയി വിചാരിക്കുന്നു. അങ്ങനെ നിന്റെ മനോവാഞ്ചിതമൊക്കെ ഞാൻ വളരെ ഭംഗിയായി ഇവിടെ എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് കാര്യം പറയുന്നത്. അശ്വമേധാദി യാഗങ്ങളെല്ലാം ചെയ്ത് വിശ്വമെല്ലാടവും കീർത്തി പരത്തിയ, അശ്വമേധയാഗമൊക്കെ ചെയ്ത് വിശ്വമെല്ലാടവും, ഈ ലോകം മുഴുവനും കീർത്തി പരത്തിയ നിന്റെ അച്ഛനായ ദശരഥൻ സത്പുരുഷന്മാർ ഗതി ലഭിച്ചിടിനാൻ. അത്രയും വീരശൂര പരാക്രമിയും ഒക്കെയായ നിന്റെ അച്ഛന് സത്പുരുഷന്മാർക്ക് ലഭിക്കുന്ന ആ ഗതി, സദ്ഗതി, സ്വർഗപ്രാപ്തി ലഭിച്ചിരിക്കുന്നു. ആ ഗതിയിലേക്ക് നിന്റെ അച്ഛൻ തൊൽപിതാവ് പോയിരിക്കുന്നു എന്ന് കേട്ടോരു ഭരതനും. ഇത് കേട്ട ഉടനെ ക്ഷോണീതലെ ദുഃഖവിഹ്വല ചിത്തനായി ആ ഭൂമിയിൽ വളരെ ദുഃഖിച്ചുകൊണ്ട് വീണു വിലാപം തുടങ്ങിനാൻ. എത്രയും ആകെ തളർന്നുപോയി ഭരതൻ. അങ്ങനെ നിലത്ത് വീണ് കരയാൻ തുടങ്ങി. ഹാ താത, ദുഃഖസമുദ്രേ നിമജ്യമാം ഏതൊരു ദിക്കിനു പോയിതു ഭൂപതേ. എന്നെ ദുഃഖസമുദ്രത്തിൽ തള്ളിയിട്ടിട്ട് ഏതൊരു ദിക്കിനാണ് അച്ഛ അങ്ങ് പോയത്? എന്നെയും രാജ്യഭാരത്തെയും രാഘവൻ തന്നുടെ കയ്യിൽ സമർപ്പിയാതെ, അങ്ങ് എന്നെയും ഈ രാജ്യത്തെയും ജ്യേഷ്ഠനായ രാമൻ്റെ കയ്യിൽ ഏൽപ്പിക്കാതെ പിരിഞ്ഞെങ്ങു പോയിക്കൊണ്ടു പിതാവേ ഗുണനിധേ? അങ്ങ് എവിടേക്കാണ് പിതാവേ പോയത്? ഞങ്ങൾക്കും ആര് ഉടയോർ? ഞങ്ങൾക്ക് ഉടയോരായിട്ട് ഇനി ആരാണ്? ആശ്രയമായിട്ട് ഇനി ആരുണ്ട് ദൈവമേ? എന്നാൽ ഇങ്ങനെയൊക്കെ ഭരതൻ കരയുന്നത് കേട്ടിട്ട് കൈകേയി വീണ്ടും വീണ്ടും ഭരതന് കൈവന്ന ഭാഗ്യമെന്ന് കൈകേയി വിചാരിക്കുന്ന കാര്യത്തെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ്. അതാണ്
പുത്രൻ ഈ വണ്ണം കരയുന്നത് നേരം ഉത്ഥാപ്യ എഴുന്നേറ്റിട്ട് കൈകേയി കണ്ണുനീരും തുടച്ച് ആശ്വസിച്ചിടുക എന്ന് പറയുകയാണ്. നീ ഇങ്ങനെ കരയേണ്ട ആവശ്യമില്ല. ദുഃഖേന കിം ഫലം, ദുഃഖിച്ചിട്ട് എന്താ കാര്യം? ഈശ്വരകൽപ്പിതം എല്ലാം അറിയുക നീ, എല്ലാം ഈശ്വര നിശ്ചയമാണ്. മാത്രമല്ല നീ കരയേണ്ട ഒരാവശ്യവുമില്ല, മറിച്ച് സന്തോഷിക്കണം. കാരണം അഭ്യുദയം വരുത്തിയിടിനെ ഞാൻ തവ, നിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. തവ ലഭ്യമെല്ലാമേ, നിനക്ക് ലഭിക്കേണ്ടതൊക്കെ ലഭിച്ചതറിയുക നീ, നിനക്കത് കിട്ടിയിരിക്കുന്നു എന്ന് ഒന്ന് കേൾക്കൂ, ആ സന്തോഷ വാർത്ത ഒന്ന് കേൾക്കൂ. പക്ഷേ മാതൃവാക്യം സമാകർണ്യ ഭരതനും, ഭരതൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. എന്താണ് കൈകേയി പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പോലും ഭരതൻ ചിന്തിക്കുന്നില്ല. വീണ്ടും ഭരതൻ ചോദിക്കുന്നത്, ഖേദ പരവശ ചേതസ ചോദിച്ചു. ദുഃഖത്താൽ പരവേശമായ മനസ്സോടുകൂടെ ചോദിക്കുകയാണ്, ഏതാനും ഒന്നു പറഞ്ഞതില്ലേ മമതാതൻ മരിക്കുന്ന നേരത്ത്? എന്ത് പറഞ്ഞാണ്, എന്താണ് അവസാനമായി എൻ്റെ അച്ഛൻ പറഞ്ഞത് മാതാവേ? അപ്പോ കൈകേയി പറഞ്ഞു കൊടുക്കുന്നു, ഹാ രാമ രാമ കുമാര സീതേ മമ ശ്രീരാമലക്ഷ്മണ രാമ രാമ സീതേ ജനകസുതേ ഇതി, ഇങ്ങനെ പുനഃ വീണ്ടും വീണ്ടും ആതുരനായിട്ട് അത്യധികം ദുഃഖത്തോടെ വിലപിച്ചു മരിച്ചിതു താതൻ. ഇങ്ങനെ വിലപിച്ചിട്ടാണ് അച്ഛൻ മരിച്ചത്. അത് കേട്ട നേരം ഭരതനും മാതാവിനോട് ചോദിച്ചാൻ, അതെന്തയ്യോ, അതെന്താണ്? ഇവിടെ കൈകേയി അതിനെ വേറൊരു തരത്തിലാക്കാനാണ് ഉദ്ദേശിച്ചത്. കണ്ടോ, മരണസമയത്ത് പോലും നിങ്ങളെ രണ്ടുപേരെയും, ഭരതനെയും ശത്രുഘ്നെയും കുറിച്ചൊന്നും രാജാവ് പറഞ്ഞില്ല. പറഞ്ഞത് രാമനെ കുറിച്ചാണ്, ലക്ഷ്മണനെ കുറിച്ചാണ്, സീതയെ കുറിച്ചാണ്. എന്നാൽ ശുദ്ധബുദ്ധിയായ ഭരതൻ അതിനെ ഒന്നും തെറ്റായിട്ടേ എടുക്കുന്നില്ല. ഇതാണ് നല്ല ബുദ്ധിയുള്ളവരുടെ ഒരു സ്വഭാവ ഗുണം. ഒരു ചെറിയൊരു സംശയ സ്വഭാവം ഉള്ള ഒരാൾക്ക് നല്ല രീതിയിൽ കാര്യം പറഞ്ഞു കൊടുത്താലും വെറുതെ സംശയിക്കും. എന്നാൽ ഭരതന്റെ ഉള്ളിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് കൈകേയി പറഞ്ഞു കൊടുത്തത് പോലും ഭരതൻ നല്ല രീതിയിലേ എടുത്തുള്ളൂ. എന്നിട്ട് ചോദിക്കുകയാണ്, അതെന്താണ്? താതൻ മരിക്കുന്ന നേരത്ത് രാമനും സീതയും സൗമിത്രിയും അരികത്തില്ലേ? അവരാരും അരികത്തുണ്ടായിരുന്നില്ലേ? എന്താണ് അവരെ വിളിച്ച് കരയാൻ കാരണം? എന്നതു കേട്ടു കൈകേയിയും ചൊല്ലിനാൾ, മന്നവൻ രാജാവ് രാമൻ അഭിഷേകം ആരംഭിക്കാൻ സന്നദ്ധനായത് കണ്ട നേരത്ത് ഞാൻ എന്നുടെ നന്ദനൻ തന്നെ നിന്നെ വാഴിക്കണം എന്ന് പറഞ്ഞ് അഭിഷേകം മുടക്കിനേൻ. വലിയൊരു കാര്യം പറയുന്ന പോലെ കൈകേയി പറയുകയാണ്. നിന്നോട് അതിൻ പ്രകാരം പറയാം, ഞാൻ എല്ലാ വിശേഷവും പറയാം. 2 വരം മമ തന്നു തവ പിത, പണ്ട് തന്നിരുന്നു. അതിലൊന്നിനാൽ നിന്നെ വാഴിക്കെന്നും രാമൻ വനത്തിന് പോകെന്ന് മറ്റേതും. ഇങ്ങനെയാണ് ഞാൻ ഇതൊക്കെ നേടിയെടുത്തത്. ഭൂമിപൻ തന്നോട് ഇത് കാലം, ഇപ്പോൾ ഈ അടുത്ത് ഞാനത് അർത്ഥിച്ചേൻ പറഞ്ഞു, അതായത് അഭ്യർത്ഥിച്ചു, ഞാനത് വാങ്ങിയെടുത്തു. സത്യപരായണനായ നരപതി, താൻ ചെയ്ത സത്യവാക്കിൽ നിന്ന് അണുകിട ചലിക്കാത്ത ആ രാജാവ്, ദശരഥ മഹാരാജാവ്, പൃഥ്വീതലം ഈ ഭൂമിയെ നിനക്കും തന്നു, രാമനെ കാനനവാസത്തിനായി അയച്ചിടിനാൻ. ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഇനി ജാനകി ദേവി എന്തിനാ പോയത്? പാതിവ്രത്യമാലംബ്യ, ഒരു പതിവ്രതയായ ജാനകി തൻ്റെ ഭർത്താവ് എവിടെ വസിക്കുന്നോ അവിടെ ഞാൻ പോകും എന്നതിനാൽ കൂടെ പോയി. അതാണ് പറയുന്നത്, ഭർത്താ സമം ഗമിച്ചിടിനാൾ, ഭർത്താവിനോട് കൂടെ പോയി എന്ന് പറയുന്നു. ആശു സൗമിത്രിയും, എന്നാൽ സൗമിത്രിയോ ലക്ഷ്മണനാകട്ടെ ഭ്രാതാവിനോട് കൂടെ പോയാൻ.
ആ ഒരു ഇഷ്ടം കൊണ്ട്, ജ്യേഷ്ഠൻ എന്നുള്ള ഇഷ്ടം കൊണ്ട് ജ്യേഷ്ഠൻ്റെ കൂടെ തന്നെ പോകാൻ തുനിഞ്ഞു. അങ്ങനെ ലക്ഷ്മണനും പോയി. താതൻ അവരെ നനച്ചു വിലപിച്ചു ഖേദേന രാമരാമേതി. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദേവാലയം പുക്കാൻ, രാമരാമ എന്ന് ജപിച്ചുകൊണ്ട് അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ട് ആ സുരാലയം സ്വർഗലോകത്തെ പുക്കാൻ, അവിടെ പൂകി എന്ന് അറിയുക എന്ന് മാതൃവാക്യം കേട്ട് ഉടനെ ദുഃഖിച്ചു ഭൂമിയിൽ വീണു ഭരതനും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ പോലെ തൻ്റെ മകനും സന്തോഷിക്കും എന്നൊക്കെയാണ് കൈകേയി വിചാരിച്ചത്. എന്നാൽ ഇതറിഞ്ഞപ്പോൾ വീണ്ടും മോഹാലസ്യപ്പെട്ട് വീഴുകയാണ് ഭരതൻ ചെയ്തത്. മോഹം കലർന്ന നേരത്ത് കൈകേയിയും ആഹന്ത, ശോകത്തിന് എന്തൊരു കാരണം? അങ്ങനെ തിരിച്ച് മോഹം വന്നപ്പോൾ, സാധാരണ നിലയിലായപ്പോൾ കൈകേയി ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇങ്ങനെ ദുഃഖിക്കുന്നത്? നിനക്ക് സന്തോഷമുള്ള കാര്യമല്ലേ ഞാൻ ചെയ്തു തന്നത്? രാജ്യം നിനക്ക് സംപ്രാപ്തമായി വന്നിതു. നിനക്ക് ഈ രാജ്യം കിട്ടിയിരിക്കുകയാണ്. നീ ഇനി രാജാവാണ്, അതും രാജകുമാരനുമല്ല. അതാണ് അതിൻ്റെ രസം. ഒരു പക്ഷേ രാജാവ് ജീവിച്ചിരുന്നെങ്കിൽ യുവരാജാവ് മാത്രമാണ് ആവുക, പൂർണ്ണമായ അധികാരം കിട്ടില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. രാജാവും പോയിരിക്കുന്നു, നീയാണ് ഇനി രാജാവ്. എന്നിട്ട് നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? പൂജ്യനായി വാഴുക, നീ എല്ലാവരാലും പൂജിക്കപ്പെട്ടു വാഴൂ. ചാബല്യം കളഞ്ഞു നീ, നിന്റെ ഈ വേണ്ടാത്ത ഈ ചാബല്യം, ദുഃഖ ചാബല്യമൊക്കെ കളയൂ കൂട്ടി. എന്നിട്ട് സുഖമായിട്ട് സന്തോഷമായിട്ട് അയോധ്യയിലെ രാജാവായിട്ട് അങ്ങനെ വാഴൂ എന്ന് കൈകേയി പറഞ്ഞത് കേട്ടുടൻ ഒന്ന് കോപിച്ചു നോക്കിയിടിനാൻ. ഒരൊറ്റ നോട്ടമേ നോക്കിയുള്ളൂ ഭരതൻ. മാതരം, അമ്മയെ. അങ്ങനെ കണ്ണൊക്കെ ചുവപ്പിച്ചിട്ട് അമ്മയെ ഒരു നോട്ടം നോക്കി. കൈകേയി ദഹിച്ചുപോയി എന്നാണ്. ക്രോധാഗ്നി തന്നിൽ ദഹിച്ചു പോം അമ്മയെന്ന് ആധി പൂണ്ടിയിടിനാർ കണ്ടു നിന്നോർകളും. ആ ക്രോധാഗ്നിയിൽ കൈകേയി അങ്ങ് ദഹിച്ചു പോകുമോ എന്ന് പോലും കണ്ടു നിന്നവർക്ക് തോന്നി എന്നാണ്. എന്നിട്ട് ഭരതൻ അങ്ങോട്ട് ഭർസിക്കുകയാണ് അമ്മയെ, സ്വന്തം അമ്മയെ. ഭർത്താവിനെ കൊന്ന പാപേ, മഹാഘോരേ, നിസ്ത്രപേ, ലജ്ജയില്ലേ ഇങ്ങനെ പറയാൻ? നിർദയേ, ദയാ എന്നൊന്നില്ലേ നിങ്ങൾക്ക്? ദുഷ്ടേ, നിശാചരി, രാക്ഷസി എന്നൊക്കെയാണ് വിളിക്കുന്നത്. എന്നിട്ട് കഷ്ടം പറയുകയാണ്, നിന്നുടെ ഗർഭത്തിൽ ഉദ്ഭവിച്ചേൻ. കഷ്ടമായി പോയല്ലോ, നിന്നുടെ ഗർഭത്തിലാണല്ലോ ഞാൻ ജനിച്ചത്. പുണ്യമില്ലാതെ മഹാപാപി ഞാനഹോ, അത് മാത്രം മതി, എൻ്റെ പുണ്യമൊക്കെ നശിച്ചു, ഞാനും പാപിയായല്ലോ. നിന്നോടുരിയാടരുതിനി ഞാൻ, നിന്നോടിനി ഒരു വാക്ക് പോലും ഞാൻ പറയില്ല, പറയാൻ എനിക്ക് സാധിക്കില്ല. ഞാൻ ചെന്ന് വന്ഹിയിൽ വീണു മരിപ്പനല്ലായെങ്കിലോ, ഞാനിതാ മരിക്കാൻ പോവുകയാണ്. ഇനി എന്താ, വേറെന്താ ചെയ്യുക? കാളകൂടം കുടിച്ചിടുവനല്ലായെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ആ കാളകൂട വിഷം കുടിച്ചിട്ടെങ്കിലും ഞാൻ എൻ്റെ ജീവനെ ഇല്ലാതെയാക്കും. അല്ലെങ്കിൽ വാളെടുത്താശു കഴുത്തറുത്തിയിടുവൻ. എന്താ ചെയ്യണ്ടേ? എങ്ങനെയായാലും പ്രശ്നമില്ല, വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവൻ, ഇല്ലൊരു സംശയം, ദുഷ്ടേ ഭയങ്കരി എന്നൊക്കെയാണ്. എന്നിട്ട് അമ്മയെ ശപിക്കുകയാണ്. ഘോരമായുള്ള കുംഭീപാകമാകിയ നാരകം തന്നിൽ വസിക്കും ഇതുമൂലം. ഓർത്തോളൂ, അമ്മയെന്ന വാക്കിന് പോലും നിങ്ങളിപ്പോൾ അർഹയല്ല. ഘോരമായിട്ടുള്ള കുംഭീപാകം എന്ന നരകം, ഒരുപാട് നരകങ്ങളുടെ പേരുണ്ട്, അന്ധതാമിശ്രം, ഇങ്ങനെയൊക്കെ കുറേ നരകങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നരകത്തിൻ്റെ പേരാണ് കുംഭീപാകം. ആ നരകത്തിൽ ചെന്ന് അമ്മേ എന്ന് പോലും വിളിക്കുന്നില്ല. നിങ്ങൾ പോയി നശിക്കും, അവിടെ പോയി നിങ്ങൾ വസിക്കേണ്ടി വരും. ഇങ്ങനെ ഇത്തരം മാതരം അമ്മയെ ഭർസിച്ച് ദുഃഖിച്ച് സങ്കടം സഹിക്കാൻ സാധിക്കാതെ സത്വരം ചെന്ന് കൗസല്യാഗൃഹം പുക്കാൻ, കൗസല്യാദേവിയുടെ അടുത്ത് പോയി. പാദേ നമസ്കരിച്ചൊരു ഭരതനെ മാതാവ് കൗസല്യയും പുണർനീടിനാൾ. കണ്ണുനീരോടും മെലിഞ്ഞ് അതിദീനയായി, രാമൻ പോയപ്പോൾ തുടങ്ങിയ കരച്ചിലാണ്. അങ്ങനെ അതിദീനയായി ഖിന്നയായ ഒരു കൗസല്യ ചൊല്ലിയിടിനാൾ.
കർമ്മദോഷങ്ങളിതെല്ലാം അകപ്പെട്ടിതെൻ മകൻ ദൂരത്തകപ്പെട്ട കാരണം. എൻ്റെ എല്ലാ പാപഫലവും ഞാനിതാ അനുഭവിക്കുകയാണ്. ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട സമയം. അതാണ് കർമ്മദോഷങ്ങളൊക്കെ വന്നിരിക്കുന്ന സമയമാണിത്. എൻ്റെ മകൻ ദൂരത്തായിരിക്കുന്നു. ശ്രീരാമനും അനുജാതനും അനുജനും സീതയും ചീരാംബര ജടാധാരികളായി. അതാണ് സങ്കടം. തപസ്വികളെപ്പോലെ നല്ല വസ്ത്രങ്ങളുടുത്ത രാജകുമാരനായ എൻ്റെ മകൻ കാട്ടിലൊരു സന്യാസിയെപ്പോലെ ഇങ്ങനെ വനം പ്രാപിച്ചിതെന്നെയും ദുഃഖാംബുരാശിയിൽ താപേന മഗ്നയാക്കിയിടിനാർ നിർദ്ദയം. അവർ പോയി. അവരതിനെക്കുറിച്ച് ദുഃഖിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അതിനുശേഷം ഞാൻ ആ ദുഃഖ സമുദ്രത്തിലാണ്. ഹാ രാമ രാമ രഘുവംശനായക നാരായണ പരമാത്മൻ ജഗത്പതേ നാഥ ഭവാൻ മമ നന്ദനനായി വന്നു. എല്ലാം കൗസല്യയ്ക്ക് അറിയാം. ഭഗവാനെ, പരമാത്മസ്വരൂപനായ അങ്ങാണ് എൻ്റെ മകനായി വന്നത്. നന്ദനനായി വന്ന് ജാതനായിടിനാൻ. അതായത് ജനന മരണങ്ങളില്ലാത്ത അങ്ങ് ഒരു ശരീരം സ്വീകരിച്ച് എൻ്റെ മകനായി വന്നു. അങ്ങ് കേവലമെങ്കിലും അങ്ങ് കേവല ബ്രഹ്മസ്വരൂപമാണ്. അങ്ങൊരു പ്രകാശസ്വരൂപനാണ്. എങ്കിലും വന്നു എൻ്റെ മകനായിട്ട്. എല്ലാം വളരെ സന്തോഷം തന്നെയായിരുന്നു. പക്ഷേ ദുഃഖം എന്നെ പിരിയുന്നീലൊരിക്കലും. പക്ഷേ എന്ത് ചെയ്യാം, എനിക്കത്രയുമൊന്നും മാനസികമായ ഉയർച്ചയില്ല. ആ ഒരു വിരഹം താങ്ങാനൊന്നും ഉള്ള മനസ്സായിട്ടില്ല എനിക്ക്. അതുകൊണ്ട് ഉൾക്കാമ്പിലോർത്താൽ വിധിബലമാം തുലോം. ഇതൊക്കെ വിധി എന്നല്ലാതെ ഞാൻ എന്ത് പറയാനാണ്. ഇത്തം കരയുന്ന മാതാവ് തന്നെയും നത്വ നമസ്കരിച്ചിട്ട് ഭരതനും ദുഃഖേന ചൊല്ലിനാൻ. ആതുരമാനസയാകായികിതുകൊണ്ട് മാതാവ് ഞാൻ പറയുന്നത് കേൾക്കണം. അമ്മ സങ്കടപ്പെടരുത്, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അങ്ങനെയൊക്കെ നമുക്കൊരാളെ സമാധാനിപ്പിക്കാൻ പറ്റുള്ളൂ. അമ്മ ഞാൻ പറയുന്നത് കേൾക്കണം. രാഘവ രാജ്യാഭിഷേകം മുടക്കിയാൾ കൈകേയിയാകിയ മാതാവ്. മാതാവേ, ഇവിടെ രണ്ടാമത്തെ മാതാവ് കൗസല്യാദേവിയെ വിളിക്കുകയാണ്. ഇത് കൈകേയിയാണ്, ഞാൻ അറിഞ്ഞിട്ടില്ല അമ്മേ. ഇവിടെ രാമനെ വിളിച്ച് സത്യം ചെയ്ത് പറയാണ്, രാഘവൻ തന്നാണ്, ഞാൻ അറിഞ്ഞിട്ടില്ല. ഇനി ഞാൻ അറിഞ്ഞത്രേ അതെങ്കിലോ മാതാവേ. ഇനി അമ്മയ്ക്ക് അങ്ങനെ വല്ല സംശയവും, ഒരു ചെറിയൊരു സംശയമെങ്കിലും തോന്നുകയാണെങ്കിൽ, നീ അറിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് എങ്കിൽ ഞാൻ പറയുന്നു, ബ്രഹ്മഹത്യാശതജാതമാം പാപവും അമ്മേ ഭുജിക്കുന്നതുണ്ട് ഞാൻ നിർണയം. ഒരു മനുഷ്യന് വരാവുന്ന ഏറ്റവും വലിയ ശാപം എന്നത്, പാപം എന്നത് ബ്രഹ്മഹത്യാ പാപമാണ്. ബ്രാഹ്മണന്മാരെ കൊല്ലുക, വേദനിപ്പിക്കുക തുടങ്ങിയ. അതെനിക്ക് വരട്ടെ, ഞാനിത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് അത്രയും ആണയിട്ട് പറയുകയാണ്, എനിക്കിതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല. ഇനി പറയുന്നു, ബ്രഹ്മാത്മജനാം വസിഷ്ഠമുനിയെയും ധർമ്മദാരങ്ങൾ അരുന്ധതി തന്നെയും ഖഡ്ഗേന നിഗ്രഹിച്ചാലുള്ള പാപവും ഒക്കെ അനുഭവിച്ചിടുന്നതുണ്ടു ഞാൻ. ഇവിടെ ബ്രഹ്മഹത്യാ പാപമാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞു. ഇനി അതിലും വലിയൊരു പാപമാണ് ഗുരുവിനെ കൊല്ലുക എന്നത്. അപ്പോൾ പറയുന്നു, ഇനി ആ ശാപം പോലും എനിക്കിരിക്കട്ടെ എന്ന രീതിയിൽ പറയുകയാണ്. ബ്രഹ്മാത്മജനാം, ബ്രഹ്മാവിൻ്റെ മകനായിട്ടുള്ള വസിഷ്ഠമുനിയെയും, ഞങ്ങളുടെ ഗുരുവായിട്ടുള്ള വസിഷ്ഠ മഹർഷിയെയും ധർമ്മദാരങ്ങൾ അരുന്ധതി തന്നെയും, മഹർഷിയുടെ ഭാര്യയായിട്ടുള്ള അരുന്ധതിയെയും ഖഡ്ഗേന നിഗ്രഹിച്ചാൽ, വാളുകൊണ്ട് മുറിച്ചാൽ എത്രമാത്രം പാപം അനുഭവിക്കേണ്ടി വരുമോ അതുപോലും വേണമെങ്കിൽ ഞാൻ അനുഭവിക്കാം. അഥവാ ഞാൻ ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇങ്ങനെ നാനാശപഥങ്ങളും ചെയ്തു തിങ്ങിന ദുഃഖം കലർന്നു ഭരതനും. കേഴുന്ന നേരം ജനനിയും ചൊല്ലിനാൾ. കൗസല്യ പറഞ്ഞു, ഇല്ല മോനെ, എനിക്കറിയാം നിന്നെ. ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാൻ. എനിക്കറിയാം നിന്നെ, എനിക്കറിയാം. നിനക്ക് മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടാവില്ല എന്നെനിക്കറിയാം. ഇത്തം പറഞ്ഞ് പുണർന്ന് ഗാഠം ഗാഠം ഉത്തമാങ്കേ മുകർന്നാൾ.
അങ്ങനെ കൗസല്യ ഭരതനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഉത്തമാംഗെ മുകർന്നിട്ട് ഇങ്ങനെയൊക്കെ കണ്ടിട്ട് അവിടെയുള്ള മറ്റുള്ളവരൊക്കെ വാവിട്ട് കരഞ്ഞു തുടങ്ങിനാർ. അപ്പോൾ അവിടെ അന്തഃപുരത്തിൽ, കൗസല്യയുടെ അന്തഃപുരത്തിൽ ഉള്ളവരും ഇതൊക്കെ കണ്ട് കരച്ചിലടക്കാതെ വാവിട്ട് കരഞ്ഞു തുടങ്ങി. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ന് കേട്ടിട്ട്, അതാണ് ആ കഥ കേട്ട് വസിഷ്ഠ മുനീന്ദ്രനും മന്ത്രിജനത്തോടും അൻപോടെഴുന്നള്ളി. അങ്ങനെ സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, ഭരതനോടുള്ള ആ ഒരു വാത്സല്യത്തോടെ അവിടെ ആ കൗസല്യയുടെ അന്തഃപുരത്തിൽ വസിഷ്ഠ മഹർഷി വന്നു. സന്താപമോടു തൊഴുതു ഭരതനും ആ ഒരു ദുഃഖത്തോടെ തന്നെ, ആ ഒരു സങ്കടം തീരുന്നില്ല, ആ ഭാവത്തിൽ തന്നെ ഭരതനും വസിഷ്ഠ മഹർഷിയെ തൊഴുതുകൊണ്ട് നിന്നു. രോദനം കണ്ടരുൾ ചെയ്തു വസിഷ്ഠനും. ഭരതൻ ഇങ്ങനെയൊക്കെ കരയുന്നത് കണ്ടിട്ട് വസിഷ്ഠ മഹർഷി പറയുകയാണ്, ഖേദം മതി, കരയാതിരിക്കൂ. കേളിത് കേവലം, നീ എന്തിനാണിങ്ങനെ കരയുന്നത്? വൃദ്ധൻ, ദശരഥനായ രാജാധിപൻ, നിന്റെ അച്ഛനായ ദശരഥ മഹാരാജാവ് വൃദ്ധനാണ്. അതായത് ഒരുപാട് കാലമായി ഈ ഭൂമിയിൽ ജീവിക്കുന്നു. എന്തിനും ഒരു പരിധി ഉണ്ടല്ലോ എന്ന അർത്ഥത്തിലാണ്. അത്രയും അധികം എല്ലാ സുഖഭോഗങ്ങളും അദ്ദേഹം അനുഭവിച്ച് കഴിഞ്ഞതാണ്. സത്യപരാക്രമൻ, നല്ല യൗവനാവസ്ഥയിലുള്ളപ്പോഴും ഒക്കെ സത്യപരാക്രമനായിരുന്നു. വിജ്ഞാനവീര്യവാൻ, എല്ലാ അറിവും നേടിയവൻ. മർത്യസുഖങ്ങളാം രാജഭോഗങ്ങളും, ഒരു മനുഷ്യായുസ്സിൽ ലഭിക്കാവുന്ന എല്ലാ സുഖങ്ങളും ഭുക്വ, അത് അനുഭവിച്ചിട്ട് ഇനി യഥാവിധി പല വിധത്തിലുള്ള യജ്ഞങ്ങളും, ഒരുപാട് യജ്ഞങ്ങൾ, ബഹുകൃത്വ, ഒരുപാട് ചെയ്തിട്ടുണ്ട് നിന്റെ അച്ഛൻ. അങ്ങനെ ചെയ്തിട്ട് ബഹുധന ദക്ഷിണയും, ആ ചെയ്ത എല്ലാ ബ്രാഹ്മണന്മാർക്കും ഒരുപാട് ധനങ്ങൾ ദക്ഷിണയായിട്ടും മുദാദത്വ, സന്തോഷത്തോടെ ഒക്കെ അങ്ങനെ കൊടുത്തത് കാരണം നിന്റെ അച്ഛൻ്റെ സൂക്ഷ്മ ശരീരം ഇപ്പോൾ ത്രിവിഷ്ടപം ഗത്വ, സ്വർഗത്തിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ പോയിട്ട് യഥാസുഖം ലബ്ധ്വ, അവിടെ സുഖമായിട്ടിരിക്കുന്നു ആ സൂക്ഷ്മ ശരീരം. മാത്രമല്ല പുരന്തര അർദ്ധ ആസനം, പുരന്തരൻ ഇന്ദ്രൻ്റെ കൂടെ ആ പകുതി രാജ്യ ഭരണം കിട്ടിയതുപോലെ, അതാണ് അർദ്ധാസനം, സിംഹാസനത്തിൻ്റെ പകുതി കിട്ടിയിരിക്കുന്നു എന്നതുപോലെ അത്രയും സുഖമായിട്ട് ജീവിക്കുന്നു. അതൊക്കെ ദുർലഭമാണ്, പക്ഷെ അതുപോലും നിന്റെ അച്ഛന് കിട്ടിയിരിക്കുന്നു. വൃത്രാരി മുഖ്യ ത്രിദശൗഖവന്ദ്യനായി, വൃത്രാരി ഇന്ദ്രൻ തുടങ്ങിയ മുഖ്യരായിട്ടുള്ള ത്രിദശ ഔഖം, ത്രിദശന്മാർ, ദേവന്മാർ, അവരുടെ ആ കൂട്ടത്താൽ വന്ദ്യനായിട്ട്, അത്രയധികം വന്ദിക്കപ്പെട്ട് ആനന്ദമോടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ആനന്ദമായിട്ടാണ് നിന്റെ അച്ഛൻ ഇരിക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നിരിക്കെ നീ ആനനം താഴ്ത്തി, നീ മുഖമൊക്കെ താഴ്ത്തി ഇങ്ങനെ നേത്രാമ്പ് തൂകിയിടുന്നത് എന്തിന്? എന്താണ് ഇത് ഈ കരച്ചിലിൻ്റെ അർത്ഥം എന്താണ്? ഇതുപോലെയാണ് നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ മരിച്ചു കഴിഞ്ഞ് അവർ ഏത് ലോകത്തെത്തി, എങ്ങനെയാണ് അവരുടെ ആ ഒരു ജീവന്റെ ഗതി, ഇതൊന്നും അറിയാതെ നമ്മൾ ഇവിടെ കിടന്ന് നിലവിളിക്കുകയാണ്. അവർ സുഖമായിട്ട്, അവർ ചെയ്ത നല്ല പുണ്യകർമ്മത്തിൻ്റെ ആ ഒരു ആനന്ദം, ആ ഒരു ഫലമായിട്ട് അവർ നല്ലൊരു ഗതിയിലായിരിക്കും, ആ സൂക്ഷ്മ ശരീരം സന്തോഷത്തിലായിരിക്കും. പക്ഷെ പോയവരെ കുറിച്ച് ഇവിടെയുള്ളവർ, ഭൂമിയിലുള്ളവർ മാറത്തടിച്ചങ്ങനെ നിലവിളിക്കും. ഇതിൻ്റെ കാരണം പലപ്പോഴും മുൻപ് പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാവരുടെയും വിചാരം ഈ മരിച്ചവരെ കുറിച്ച് ആലോചിച്ചാണ് കരയുന്നത് എന്നാണ്. എന്നാൽ അതല്ല എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണിത്. അവിടെ ദശരഥൻ വളരെ സുഖമായിട്ട് മരിക്കാൻ കിടന്നപ്പോൾ ദുഃഖിച്ചാണ് മരിച്ചതെങ്കിലും പോയത് സ്വർഗത്തിലേക്കാണ്, അവിടെ സുഖമായിട്ട് വാഴുന്നു. എന്നിട്ട് ഇവിടെയോ ഇവരൊക്കെ കിടന്ന് കരയുന്നു. അതാണ് ആ ഒരു
അർത്ഥശൂന്യത ചൂണ്ടിക്കാണിച്ചാണ് വസിഷ്ഠൻ ചോദിക്കുന്നത്, ഇതെന്തിനാണ് ഈ കരച്ചിൽ? ഇനി അവിടെ പോയത് സൂക്ഷ്മ ശരീരം, ആ സൂക്ഷ്മ ശരീരത്തിന് ചൈതന്യം കൊടുക്കുന്ന ശുദ്ധൻ ആത്മാവാകട്ടെ ജന്മനാശാദിവർജിതൻ. ആ ആത്മാവിന് ജന്മവുമില്ല നാശവുമില്ല, ഇത് രണ്ടുമില്ലാത്തവനാണ്, നിത്യനാണ്, നിരുപമൻ, അവ്യയൻ, അദ്വയൻ, സത്യസ്വരൂപൻ, സകല ജഗന്മയൻ, മൃത്യുജന്മാദിഹീനൻ. നേരത്തെ പറഞ്ഞത് തന്നെ, മൃത്യുവും ജന്മവും ഇല്ലാത്തവൻ, ജഗത് കാരണൻ. ഇതൊക്കെയാണ് ആത്മാവ്. അതുകൊണ്ട് തന്നെ ആത്മാവിനെ കുറിച്ച് ഓർത്തും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഇനി ദേഹത്തെക്കുറിച്ചോ, ദേഹം അത്യർത്ഥം ജഡം. അത് ഈ ആത്മാവിനോട് കൂടെ ഇവിടെ ഇരിക്കുമ്പോൾ അതിനൊരു ചൈതന്യമുള്ളതായിട്ട് തോന്നുന്നു എന്ന് മാത്രം. ദേഹം യഥാർത്ഥത്തിൽ ജഡമാണ്, ക്ഷണഭംഗുരമാണ്, എപ്പോൾ വേണമെങ്കിലും നശിക്കുന്നതാണ്. മോഹൈക കാരണം മുക്തി വിരോധകം. ഈ ശരീരത്തോടുള്ള ആസക്തിയാണ് നമുക്ക് മോഹത്തിന് കാരണമായിട്ടുള്ളത്, നമ്മുടെ ആ ഒരു മുക്തിക്ക് തടസ്സമായിട്ടുള്ളതും. ശുദ്ധിവിഹീനം പവിത്രമല്ലൊട്ടുമേ ചിത്തെ വിചാരിച്ച് കണ്ടാൽ. ഈ ശരീരത്തോടുള്ള ആസക്തി അത് നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധിയെ ഇല്ലാതെയാക്കുന്നതാണ്. പവിത്രമല്ല ഒട്ടുമേ, ഒട്ടും പവിത്രമായതല്ല ഈ ശരീരം. അത് മലമൂത്രാദി ഭാണ്ഡക്കെട്ടാണത്. അതിനോടുള്ള ആസക്തി വെറുതെയാണ്. അപ്പോൾ ചിത്തെ വിചാരിച്ച് കണ്ടാൽ ഒരിക്കലും ദുഃഖിപ്പതിന് അവകാശമില്ല. ഇങ്ങനെയൊക്കെയാണ് സ്ഥിതി എന്നിരിക്കെ ഏതിനെക്കുറിച്ച് ഓർത്താണ് ദുഃഖിക്കേണ്ടത്? ശരീരത്തെക്കുറിച്ചോ? അത് അല്ലെങ്കിലേ നശിക്കുന്നതാണെന്ന് ആർക്കാ അറിയാത്തത്? ഇനി മരിച്ചു കഴിഞ്ഞ സൂക്ഷ്മ ശരീരത്തെക്കുറിച്ച് ഓർത്താണെങ്കിൽ അവർ എവിടെ, ഏത് രീതിയിൽ, ഏത് ഗതിയിലാണെന്ന് ഇവിടെ ജീവിച്ചിരിക്കുന്നവർക്ക് എന്തറിയാം? ഇതറിഞ്ഞിട്ടാണോ കരയുന്നത്? ഒന്നുമല്ല. കരയുന്നതൊക്കെ അവനവനെ കുറിച്ച് ആലോചിച്ചാണ്. ആ മരിച്ച വ്യക്തിയെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തനിക്കുണ്ടായിരുന്ന സുഖം അതിനി ഇല്ല. അത് ഇല്ലാതാകുന്നതിൻ്റെ സങ്കടത്തിലാണ് ഈ ജീവിച്ചിരിക്കുന്നവർ കരയുന്നത്. പക്ഷേ കരയുന്ന അവരും കണ്ടുകൊണ്ടിരിക്കുന്നവരും എല്ലാം പറയുന്നത് എന്താണ്? എന്തൊരു സ്നേഹമാണ് ആ മരിച്ച ആളോട് എന്നാണ്. ആ മരിച്ച ആളോടൊന്നുമല്ല സ്നേഹം. അത് ആലോചിച്ചുമല്ല കരയുന്നത്. കാരണം നമുക്കറിയില്ല എന്താ സംഭവിച്ചത് ഈ മരിച്ചയാൾക്ക്. അപ്പോൾ അതാണ് വസിഷ്ഠ മഹർഷി പറയുന്നത്, ഇതിലെന്തിനെ ആലോചിച്ചാണ് നീ ഇപ്പം കരയുന്നത്? സൂക്ഷ്മ ശരീരമാണെങ്കിൽ സ്വർഗത്തിൽ പോയി സുഖമായിട്ടിരിക്കുന്നു. ഇനി ആത്മാവാണെങ്കിൽ അതിന് ജനനവുമില്ല, മരണവുമില്ല. ദേഹമാവട്ടെ എന്ന് വേണമെങ്കിലും ഇല്ലാതാകും എന്ന് അറിയാവുന്ന ഒരു ഭാണ്ഡക്കെട്ട്, ഒരു പുറംമോടി മാത്രമാണ്. ഇതിലെന്തിനെക്കുറിച്ച് ആലോചിച്ചാണ് ഭരത നീ കരയുന്നത് എന്നാണ് ചോദിക്കുന്നത്. ദുഃഖേന കിം ഫലം മൃത്യുവശാത്മനാം. മൃത്യു ഉള്ള ഈ ശരീരത്തിന്, അതായത് നാശമുള്ള ഈ ശരീരത്തെക്കുറിച്ച് ആദ്യമേ ചിന്തിച്ച് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം. അത് ഉറപ്പിക്കാത്തതാണ് പ്രശ്നം. ഇവിടെ ഈ ലോകത്ത് ജീവിച്ച് വരുന്ന എല്ലാവർക്കും അറിയാം ഈ ശരീരത്തിന് നാശമുണ്ട്, മരണത്തിന് പ്രായമില്ല, എപ്പോൾ എങ്ങനെ വേണമെങ്കിലും മരിക്കാം, എല്ലാവരും മരിച്ചിട്ടുണ്ട്, ഞാനും നാളെ മരിക്കും, എനിക്ക് വേണ്ടപ്പെട്ടവരും മരിക്കും. ഇതെല്ലാം അറിയാമെങ്കിലും ഇതിനെക്കുറിച്ച് ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാതെ എൻ്റെ ജീവിതത്തിൽ മാത്രം ഇതൊന്നും സംഭവിക്കരുത് എന്ന് ചിന്തിച്ച് ആ ഒരു മോഹത്തിൽ പെടുന്നത് കൊണ്ടാണ് ഇത്തരം മരണം അത്രയധികം നമ്മെ ദുഃഖിപ്പിക്കുന്നത്. അതുകൊണ്ട് ആദ്യമേ ആ ഒരു യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാനുള്ള മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇനി പറയുന്നു, താതനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതരായാൽ, പ്രേതമെന്നാൽ ഗതം, പോയി കഴിഞ്ഞത്, ഈ ലോകത്തിൽ നിന്ന് പോയതാണ് പ്രേതം. അങ്ങനെ പ്രേതമായി കഴിഞ്ഞാൽ അതിമൂഢരായുള്ളവർ, അവർ മാറത്തലച്ച് തൊഴിച്ച് മുറവിളിച്ച് ഏറെ തളർന്നു മോഹിച്ചു വീണിടുവോർ. അങ്ങനെയുള്ളവരെ
വസിഷ്ഠ മഹർഷി പറയുന്നു, അതിമൂഢരാണവർ. കാരണം ഈ കരയുന്നത് എന്തിനാണെന്ന് അവർക്ക് പോലും അറിയില്ല. അവർ വിചാരിക്കുന്നത് ഈ മരിച്ചയാളെ ഓർത്തിട്ടാണെന്നാണ്. എന്നാൽ അങ്ങനെയാണെങ്കിൽ ഈ മരിച്ചയാളെ ഓർത്തിട്ടാണെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ ആരെങ്കിലും കരയുന്നുണ്ടോ? ഇല്ല. ഒരു ഘട്ടം കഴിഞ്ഞാൽ അതുമായിട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആരും കരച്ചിലൊന്നുമില്ല. ഒരു വിഷാദം ഉണ്ടാവും കുറച്ച് നാളത്തേക്ക്. കുറേ നാൾ കഴിഞ്ഞാൽ അതും പോവും. പതുക്കെ ചിരിച്ചു തുടങ്ങും, കളിച്ചു തുടങ്ങും, എല്ലാവരുമായിട്ട് ഇണങ്ങിത്തുടങ്ങും, പഴയതുപോലെ ജീവിച്ചും തുടങ്ങും. അപ്പോൾ ഇതൊക്കെ ഒരു മായക്കാഴ്ചയായിരുന്നു എന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ഈ മരണമൊക്കെ. അപ്പോൾ ഇങ്ങനെ മോഹിച്ച് വീഴാതിരിക്കാൻ നിസ്സാരമെത്രയും സംസാരമോർക്കിലോ, ഇങ്ങനെ ഒരു ചിന്ത, ഈ സംസാരം എന്നത് വളരെ നിസ്സാരമാണെന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ വരണമെങ്കിൽ സത്സംഗമൊന്നേ ശുഭകരമായുള്ളൂ. നിരന്തരമായ സത്സംഗമുണ്ടാവണം. ആ ഒരു ഭഗവത് ചിന്ത മനസ്സിൽ നിറയ്ക്കണം. അങ്ങനെ നിറയ്ക്കുന്നവർക്ക് മനസ്സിൽ ഇത്തരം ആ യാഥാർത്ഥ്യബോധത്തെ ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവ് ഉണ്ടാകും. ഒരു ചെറിയൊരു ദുഃഖമൊക്കെ ഉണ്ടാകും, പക്ഷെ ഇങ്ങനെ അങ്ങ് തളർന്ന് വീഴില്ല. തത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലത് ഈ സത്സംഗമാണ്. നമുക്ക് നിത്യമായ സുഖത്തിന്, നിത്യമായുള്ളൊരു ശാന്തി അറിയുക നീ. അതുകൊണ്ട് മാത്രമേ ജീവിതത്തിൽ എപ്പോഴും ഒരു ശാന്തി ലഭിക്കുകയുള്ളൂ. ഇനി ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മറന്നു പോവുകയാണ്, മനഃപൂർവ്വം അതങ്ങ് മറക്കുകയാണ്. ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയമാണ്. ഇനിയോ ജന്മം മരിച്ചവർക്കും വരും നിർണയം. ഇത് ഭഗവാൻ ഗീതയിലും പറഞ്ഞിട്ടുണ്ട്. ആർക്കും തടുക്കരുതാതോരവസ്ഥയെന്നോർക്കണമെല്ലാം. തസ്മാദപരിഹാര്യേർത്ഥേ നത്വം ശോചിതുമർഹസി. നീ ഇതിനെക്കുറിച്ച്, ഒരാൾക്കും പരിഹരിക്കാൻ സാധിക്കാത്ത ഇതിനെക്കുറിച്ച് നീ എന്തിന് ദുഃഖിക്കുന്നു? ഇത് ഭഗവത്ഗീതയിൽ ഭഗവാനും ചോദിച്ചു, ഇപ്പോൾ ഇത് വസിഷ്ഠൻ ചോദിക്കുകയാണ്. ഇങ്ങനെ ആർക്കും തടുക്കരുതാത്ത ഈ ഒരു അവസ്ഥയൊക്കെ നമ്മുടെ കർമ്മവശാൽ വരുന്നതാണ്. അതിൻ്റെ പ്രാരബ്ധമൊടുങ്ങിയാൽ നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോകും. അതിനെ ആർക്കും തടുക്കാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള തത്വമറിഞ്ഞുള്ള വിദ്വാൻ, പണ്ഡിതനാണെങ്കിൽ ഒരിക്കലും പുത്രമിത്ര അർത്ഥ കളത്രാദി വസ്തുനാ വേർപെടുന്നേരവും ദുഃഖമില്ലേതുമേ. ഇതിനെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ഒരു ജ്ഞാനിക്ക് പുത്രന്മാരും മിത്രങ്ങളും അതുപോലെ ഭാര്യ ഭർത്താവ് ഇവരൊക്കെ വിട്ടുപോയാലും അതിലൊന്നും ദുഃഖിച്ച് തളരുന്നില്ല. ദുഃഖമുണ്ടാവും, ചെറിയൊരു ദുഃഖമൊക്കെ ഉണ്ടാവും, പക്ഷെ അതങ്ങോട്ട് തളർത്തി കളയുന്നില്ല. ഇനി സ്വഭേദമെന്നാൽ എന്നും തൻ്റെ കൂടെ ഉണ്ട് എന്ന് കരുതിയിട്ട് അതിലങ്ങനെ അമിതമായി ആഹ്ലാദിക്കുന്നുമില്ല. അതാണ് സുഖവുമില്ലേതുമേ. അതിലങ്ങോട്ട് അമിതമായി സന്തോഷിക്കുകയുമില്ല. കാരണം ഇതെപ്പോൾ വേണമെങ്കിലും ഇല്ലാതാകുന്നതാണ്. ബ്രഹ്മാണ്ട കോടികൾ നഷ്ടങ്ങളായതും, എത്രയോ കോടി ബ്രഹ്മാണ്ടം ഇവിടെ നിന്ന് എപ്പോഴേ പോയി കഴിഞ്ഞു. എത്ര കോടി ജനങ്ങൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞു. ബ്രഹ്മണാ സൃഷ്ടങ്ങളായതും, ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട എത്രയോ സൃഷ്ടികൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞു, മറഞ്ഞു കഴിഞ്ഞു. പാർക്കിലോ സംഖ്യയില്ലാതോളമുണ്ടിതെന്നാൽ ക്ഷണഭംഗുരമായുള്ള ജീവിതകാലത്തിന്. ഇനിയോ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു പുതിയ പുതിയ ജീവൻ. ഇങ്ങനെയൊക്കെ ഓർത്താൽ ഈ ജീവിതകാലത്തിൽ എന്തൊരാസ്ഥ മഹാജ്ഞാനിനാമുള്ളതും. മഹാജ്ഞാനികൾക്ക് ഈ ജീവിതത്തിൽ ഒരാസക്തിയും തോന്നില്ല. കാരണം വെറും ക്ഷണഭംഗുരമാണ്. ബന്ധമെന്തി ദേഹദേഹികൾക്കെന്നതും, ഈ ദേഹത്തിനും ദേഹിക്കുമുള്ള ഒരു ബന്ധം എന്നത് ഒരു വൈദ്യുതിയും അത് കടത്തിവിടുമ്പോൾ ചലിക്കുന്ന വൈദ്യുത ഉപകരണങ്ങളും അതുപോലെ മാത്രമേ ഉള്ളൂ. ആ ബന്ധം എന്ന് ചിന്തിച്ച് മായാഗുണ വൈഭവങ്ങളും അന്തർമുത കണ്ടവർക്കെന്ത് സംഭ്രമം. ഇതൊക്കെ മനസ്സിൽ ചിന്തിച്ച് ഉറപ്പിച്ചവർക്ക് ഈ മരണമൊന്നും അവരെ ഒരു തരത്തിലും തളർത്തുന്നില്ല. അവർക്ക് ഒരു സംഭ്രമവും ഉണ്ടാവുകയില്ല.
ഈ ഒരു ക്ഷണഭംഗുരമായ അവസ്ഥയെ ഇങ്ങനെയാണ് ഉപമിക്കുന്നത്. കമ്പിത പത്രാഗ്രലഗ്ന അംബുബിന്ദുവത്ത്. കമ്പിതം എന്ന് വെച്ചാൽ ഇളകിക്കളിക്കുന്ന പത്രം, ഒരു ഇലയുടെ അഗ്രലഗ്നം, ആ അഗ്രഭാഗത്ത് അവിടെ ഉള്ള അമ്പുബിന്ദു, ജലബിന്ദു അതുപോലെ. അപ്പോൾ ആ അമ്പുബിന്ദു, ആ ജലബിന്ദു എത്ര നേരം അവിടെ നിൽക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. ഇളകിക്കളിക്കുന്ന ഒരു ഇലയുടെ അറ്റത്ത് ഒരു തുള്ളി വെള്ളം ഇരുന്നാൽ എത്ര കാലം അതവിടെ ഉണ്ടാകുമോ അതുപോലെ മാത്രമേ ഉള്ളൂ ഈ ശരീരം. അത് സമ്പദിക്കുന്ന, അത് താഴെ വീഴുന്ന അത്രയും വേഗത്തിൽ അല്ലെങ്കിൽ അത്രയും നശ്വരമായിട്ട് സമ്പദിച്ചിടുമായുസ് അതിനശ്വരം. എപ്പോൾ വേണമെങ്കിലും ഈ ശരീരം ഇവിടെ നിന്ന് ഇല്ലാതെയാകാം, ശരീരം നിശ്ചലമാകാം. പിന്നീട് അങ്ങനെ നിശ്ചലമായി കഴിഞ്ഞ് ആ സൂക്ഷ്മ ശരീരം സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ഒക്കെ പോയിട്ട് പ്രാക്തന ദേഹസ്ഥ കർമ്മണ, പ്രാക്തനം എന്നാൽ മുൻ ജന്മത്തിലെ ദേഹസ്ഥ കർമ്മണ, ആ ദേഹത്തിൽ ഇരുന്നപ്പോൾ ചെയ്ത കർമ്മങ്ങൾ അതിൻ്റെ ഫലം അനുഭവിക്കാൻ പിന്നെയും പ്രാപ്തമാം ദേഹിക്ക്, വീണ്ടും ആ ജീവാത്മാവിന്, സൂക്ഷ്മ ശരീരത്തിന് ദേഹം പുനരഭി, വീണ്ടും ഒരു ദേഹം കിട്ടുന്നു. ഇത് എങ്ങനെയാണ്? ഇതും ഭഗവത്ഗീതയിൽ പറഞ്ഞതാണ്. ജീർണ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് ദേഹികൾ പൂർണ്ണശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു. ഇനി ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന പോലെയുള്ള വസ്ത്രങ്ങൾ നമ്മൾ ഉപേക്ഷിച്ച് പുതിയ വസ്ത്രങ്ങൾ എങ്ങനെയാണോ നമ്മൾ സ്വീകരിക്കുന്നത്, ഇതേപോലെ ഈ ശരീരം ആത്മാവിനെ സംബന്ധിച്ച് ഒരു വസ്ത്രം, അതിൻ്റെ പ്രാരബ്ധം തീരുക എന്നതാണ് അതിൻ്റെ ഒരു ജീർണത എന്ന് പറയുന്നത്. അങ്ങനെ പ്രാരബ്ധം തീരുമ്പോൾ ഈ ശരീരം അങ്ങ് ഉപേക്ഷിച്ചിട്ട് ജീവൻ ഇവിടെ നിന്ന് പോകുന്നു. പിന്നെ അടുത്ത ശരീരം സ്വീകരിച്ച് വീണ്ടും വരുന്നു. എങ്ങനെയാണോ ഈ ശരീരം മുഷിഞ്ഞ വസ്ത്രം മാറ്റി പുതിയൊരു വസ്ത്രം ഇടുന്നത്, ഇതേപോലെ അതാണ് ജീർണദേഹങ്ങൾ ഔവണ്ണം ഉപേക്ഷിച്ച്, ഇതേപോലെ നമ്മുടെ ഈ ശരീരം ഉപേക്ഷിച്ച് പൂർണ്ണശോഭം, അങ്ങനെ പൂർണ്ണതയുള്ള പ്രാരബ്ധം തുടങ്ങുന്ന നവദേഹങ്ങൾ കൊള്ളുന്നു, സ്വീകരിക്കുന്നു. കാലചക്രത്തിൻ ഭ്രമണവേഗത്തിന് മൂലമി കർമ്മഭേദങ്ങൾ അറിക നീ. ഇതാണ് ഈ കാലചക്രം എന്ന് പറയുന്നത് തന്നെ. ഇതിന് ആ ഒരു ഭ്രമണവേഗത്തിന്, ആ വേഗത്തിന് കാരണമാകുന്നത് ഈ കർമ്മഭേദങ്ങളാണെന്ന് അറിയുക. ദുഃഖത്തിനെന്തൊരു കാരണം ചൊല്ലു നീ, മുഖ്യജനമതം കേൾക്ക ഞാൻ ചൊല്ലുവൻ. നീ ദുഃഖിക്കേണ്ട ഒരാവശ്യവും ഇല്ല. എല്ലാ പണ്ഡിതന്മാരും പറയുന്ന ഒരു കാര്യം അതാണ്, മുഖ്യജനമതം കേൾക്ക, നീ കേൾക്കൂ, ഞാൻ പറയാം. ആത്മാവിനില്ല ജനന മരണവും. ഈ ആത്മാവിനെ കുറിച്ചാണ് ഞാൻ എന്ന് നമ്മൾ പറയുന്നത്. അതിന് ജനനവുമില്ല മരണവുമില്ല. ആത്മനി ചിന്തിക്ക, ഇനി ചിന്തിച്ചു നോക്കിയാൽ ഷഡ്ഭാവവും ഇല്ല. ഈ ശരീരത്തിന് ഉണ്ടാകുന്നത് പോലെ ജനിക്കുക, വളരുക, നിലനിൽക്കുക തുടങ്ങിയ 6 വികാരങ്ങൾ, ഭാവമാറ്റങ്ങൾ ഇല്ല. ആ ആത്മാവ് നിത്യനാണ്, ആനന്ദസ്വരൂപൻ, നിരാകുലൻ, സത്യരൂപൻ, സകലേശ്വരൻ, ശാശ്വതൻ, ബുദ്ധ്യാദി സാക്ഷി. ഈ ബുദ്ധിക്കൊക്കെ സാക്ഷി രൂപത്തിലിരിക്കുന്നു. സർവാത്മാ, സനാതനൻ, അദ്വയൻ, ഏകൻ, പരൻ, പരമൻ, ശിവൻ, ഇങ്ങനെയൊക്കെ ആയിരിക്കുന്ന ആ പരമാത്മാവ് യുദ്ധമനാരതം ചിന്തിച്ച് ഇങ്ങനെ എപ്പോഴും മനസ്സിൽ ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ച് ചിത്തെ ദൃഢമായി അറിഞ്ഞ് ഇതിനെ ഉൾക്കൊള്ളണം. അങ്ങനെ അറിഞ്ഞിട്ട് ദുഃഖങ്ങളും തെക്കുക, എല്ലാ ദുഃഖങ്ങളെയും മനസ്സിൽ നിന്ന് ഉപേക്ഷിച്ചിട്ട് തുടങ്ങുക കർമ്മസമൂഹവും. എന്നിട്ട് കർമ്മങ്ങൾ ചെയ്യുക. യാതൊന്നും തന്നെ ബാധിക്കാത്ത വിധത്തിൽ
താൻ ചെയ്യുന്നു എന്ന ചിന്തയില്ലാതെ കർമ്മഫലത്തിൽ പ്രതീക്ഷ വയ്ക്കാതെ ചെയ്യുക കർമ്മസമൂഹവും സത്വരമേതും വിഷാദമുണ്ടാകുല, ഒരിക്കലും നിനക്കൊരു വിഷമം ഉണ്ടാവുകയില്ല എന്നിങ്ങനെ ഭരതനെ വസിഷ്ഠ മഹർഷി ഉപദേശിച്ചു.